ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ വിശേഷം എന്താണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഇന്ന് ഫുൾ മൂൺ, അതായത് സൂപ്പർ ബ്ലൂ മൂണാണ് ഇന്ന്. നല്ല സവിശേഷതകളോട് കൂടിയ ഒരു ദിവസമാണ് ഇന്നത്തേത്. അതുപോലെ തന്നെ ചിങ്ങമാസം മാറ്റങ്ങളുടെ തുടക്കങ്ങളുടെ തുടക്കമാണ്. എല്ലാം കൊണ്ടും നിങ്ങൾക്ക് ഒരുപാട് പ്രതീക്ഷകൾ സഫലമാകുന്ന മാസമാണ് ഇതെന്ന് പറയാം. അപ്പോൾ എന്തൊക്കെയാണ് നിങ്ങളുടെ സന്തോഷങ്ങൾ, നിങ്ങളിലേക്ക് വരാൻ പോകുന്ന മാറ്റങ്ങൾ എന്താണ്, സന്തോഷം എന്താണ്, പുതിയ തുടക്കം എന്താണ് എന്നൊക്കെയുള്ളതാണ് ഇന്ന് നോക്കാൻ പോകുന്ന ഈ വീഡിയോ. അപ്പോൾ ഇതൊരു 2 പൈലുകൾ വെച്ചിട്ടാണ് ഞാൻ റീഡ് ചെയ്യുന്നത്. ഫസ്റ്റ്, സെക്കൻഡ്, കുറച്ച് ഒറക്കിൾ കാർഡ്സാണിത്. ബാക്കി ഞാൻ ടാരോ കാർഡ്സ് എടുത്ത് റീഡ് ചെയ്യാം. അപ്പോൾ ഇത് നിങ്ങൾ സെലക്ട് ചെയ്യുക. 1, 2, ഒന്നാമത്തെ പൈൽ, രണ്ടാമത്തെ പൈൽ, ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്തോളൂ. സെലക്ട് ചെയ്ത് കാണുമല്ലോ. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഇത് അവിടെ ഇരിക്കട്ടെ, ഇതും കൂടെ ഇരുന്നോട്ടെ. അതിന് മുൻപായി ഒരു കാര്യം, നിങ്ങളെനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന്, തന്നുകൊണ്ടിരിക്കുന്നതുമായ സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. ഈ വീഡിയോ ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങൾക്കിത് എപ്പോൾ കണ്ടാലും വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാച്ചാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. എപ്പോഴും പറയാറുണ്ട്, അത് തന്നെയാണ്. അതുപോലെ തന്നെ പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പ് വഴി കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. വിളിക്കുകയല്ല വേണ്ടത്, മെസ്സേജ് ഇട്ട് വരാവുന്നതാണ്. നമുക്ക് റീഡിങ്ങിലേക്ക് കിടക്കാം. ഫസ്റ്റ് പൈൽ സെലക്ട് ചെയ്തവരുടെ റീഡിങ്. ബേസ് ചക്രയുടെ ആക്ടിവേഷനാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത്. ബേസ് ചക്ര ഫസ്റ്റ് തുടക്കമാണ്. കണ്ടില്ലേ, തുടക്കം, മാറ്റം ഒക്കെ വരുന്നുണ്ട്. ഡെസ്റ്റിൻ, ട്രയംഫന്റ് സക്സസ്, സോളിറ്റ്യൂഡ്, സഫറിങ് ഇൻ സൈലൻസ്. ഇവിടെ ബോട്ടം വന്നിരിക്കുന്ന സാക്രിഫൈസാണ്. കണ്ടില്ലേ, എല്ലാ വിജയത്തിൻ്റെയും പിന്നിൽ ഒരു സാക്രിഫൈസ് ഉണ്ട്. സാക്രിഫൈസ് ചെയ്താൽ മാത്രമേ നമുക്ക് ചില കാര്യങ്ങളിൽ മുന്നോട്ട് വരാൻ പറ്റത്തുള്ളൂ. മുന്നോട്ട് അതിൻ്റെ വിജയത്തിലേക്ക് വരണമെങ്കിൽ നമുക്ക് ഇവിടെ ത്യാഗം സഹിക്കേണ്ടതായിട്ടുണ്ട്, തീർച്ചയായിട്ടും. അതാണ് പറയുന്നത്. ഇനി എന്തൊക്കെയാണ് നിങ്ങൾക്ക് ത്യാഗം സഹിക്കേണ്ടതായിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം. Six of Cups, King of Swords, Ten of Pentacles, the High Priestess, Temperance, the Sun. ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിരിക്കുന്നത് 10 of Cups ആണ്. 10 of Cups എന്ന് പറയുമ്പോൾ എന്താണ്, നിറഞ്ഞ സ്നേഹം വരുന്നുണ്ട് നിങ്ങളിലേക്ക്. നിങ്ങളത് സ്വീകരിക്കാൻ തയ്യാറെടുത്തിരിക്കൂ എന്ന് തന്നെയാണ് പറയുന്നത്. കാരണം ഇവിടെ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഇവിടെ സാക്രിഫൈസ് ചെയ്യണം. തീർച്ചയായിട്ടും നമ്മൾ ഏത് കാര്യത്തിലും നമുക്ക് മുന്നോട്ട് പോകണം. ഏതൊരു കാര്യത്തിലും സക്സസ്സിന് വേണ്ടി നമുക്കൊരു ത്യാഗം സഹിക്കണം, ചെയ്യാതെ പറ്റില്ല. ഹാർഡ് വർക്ക് ചെയ്യുക, അല്ലേ? വിജയത്തിന് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുക. ആ ഹാർഡ് വർക്ക് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ചില ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ടും മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ അത് ഏറ്റവും ഉത്തമമായി തീരും എന്നാണ് ഇവിടെ പറയുന്നത്. ഇവിടെ ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് എന്താണ്, ബേസ് ചക്രയാണ്. ബേസ് ചക്രയുടെ ആക്ടിവേഷൻ എന്ന് പറയുമ്പോൾ, ബേസ് ചക്ര എന്ന് പറയുമ്പോൾ എന്താണ്, ഫസ്റ്റ് 7 ചക്രാസിൽ നമുക്ക് നമ്മുടെ ബോഡിയിലേക്ക് ഹെൽത്തിനെ തരുന്ന, വെൽത്തിനെ തരുന്ന
7 ചക്രാസ് ഉണ്ട്. അതാണ് നമ്മുടെ നട്ടെല്ലിന് താഴെ മുതൽ ഉച്ചി വരെ വരുന്ന ഭാഗത്തേക്ക് ഉള്ളത് സ്ഥിതി ചെയ്യുന്ന 7 ചക്രാസിൻ്റെ കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് വരുന്ന എന്താണ്? ബേസ് ചക്ര, അതായത് റൂട്ട് ചക്ര. റൂട്ട് ചക്ര എന്ന് പറയുമ്പോൾ മൂലാധാര ചക്ര എന്ന് പറയും. മൂലാധാര ചക്രയാണ് എല്ലാത്തിൻ്റെ മൂലാധാരം എന്ന് പറയുമ്പോൾ എന്താണ്? എല്ലാത്തിനും ആധാരമായിട്ടുള്ളത്, എല്ലാത്തിനും കാരണമായിട്ടുള്ളത്, അതാണ് പറയുന്നത് മൂലാധാര ചക്ര. ഈ ബേസ് ചക്രയുടെ ആക്ടിവേഷൻ കൊണ്ട് എന്തൊക്കെയാണ് ഇവിടെ നിങ്ങൾക്ക് ഗുണങ്ങൾ ഉണ്ടാകുന്നത്? ഇത് ചുവന്ന 4 ഇതളുകളുള്ള പൂവിൻ്റെ ഷേപ്പിലാണ് ഇത് കാണപ്പെടുന്നത്. റെഡ് കളറാണ് ഇതിനുള്ളത്. ഇത് നമുക്ക് തുടക്കം തരുന്നതാണ്. എന്തിൻ്റെയൊക്കെ തുടക്കമാണ്? സ്ഥിരമായ ഉത്സാഹത്തിൻ്റെ തുടക്കം തരും. അതുപോലെ തന്നെ ഒരു ജോലിയിലേക്ക് പോകാനുള്ളത്, മണി ബ്ലോക്കിനെ മാറ്റിത്തരുന്നത്, ഏതിൻ്റെയും തുടക്കം ഇവിടെ നിന്നാണ്, തുടങ്ങുന്നത് ഇവിടെ നിന്നാണ് എന്ന് തന്നെ നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരു തുടക്കം നിങ്ങൾക്ക് ഏറ്റവും നല്ല സമൃദ്ധിയാണ് തരാൻ പോകുന്നത്. സ്ഥിരമായ ഉത്സാഹം നിലനിർത്തി നിങ്ങൾക്കൊരു ജോലി കാര്യത്തിലേക്ക് പോകാൻ സാധിക്കും. കരിയർ സംബന്ധമായ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ഉത്സാഹം കൊണ്ടുവരും, ഉന്മേഷം കൊണ്ടുവരും, സാമ്പത്തികം നിങ്ങളിലേക്ക് കൊണ്ടുവരും. മണി ബ്ലോക്കുകൾ മാറ്റി കിട്ടും, പക്ഷേ അതിനെ നിങ്ങൾ ആക്റ്റീവാക്കി എടുക്കണം. ഇവിടെ കുറച്ച് ആക്റ്റീവായി വരുന്നുണ്ട് എന്ന് പറയാൻ വേണമെങ്കിൽ, പക്ഷേ നിങ്ങൾ കൂടുതലായിട്ട് അതിനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ വളരെ വളരെ സന്തോഷമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നത് എന്ന് തന്നെ പറയാം. ഏതൊരു കാര്യത്തിലും നിങ്ങൾക്ക് മുന്നിട്ടിറങ്ങാൻ സാധിക്കും, വിജയിയാവാൻ സാധിക്കും. സാമ്പത്തികമായാലും എന്ത് കാര്യമായാലും നിങ്ങളിലേക്ക് വന്നു ചേരും. അതാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് ഈ ഒരു ചക്രയുടെ ആക്ടിവേഷൻ വളരെയധികം പ്രധാനപ്പെട്ടതാണ് എന്ന് തന്നെയാണ് ഇവിടെ എടുത്തു പറയുന്നത്. രണ്ടാമത് വന്നിരിക്കുന്നത് എന്താണ്? ഡെസ്റ്റിനിയാണ്. ഡെസ്റ്റിനി എന്ന് പറയുമ്പോഴെന്താണ്? നിങ്ങളുടെ വിധിയാണിത്. തീർച്ചയായിട്ടും ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ അനുഭവിക്കുന്നുണ്ട്. നിങ്ങൾ പലരും പറയുന്നുണ്ട് സാമ്പത്തികം വന്നു ചേരുന്നില്ല, എല്ലാം നശിച്ചു, ഒരുപാട് കഷ്ടതകൾ, ജോലി പോയി, ജോലി വരാനുള്ളത് വന്നില്ല, വാഹനം നഷ്ടപ്പെട്ടു, വീടില്ല, ഒരുപാട് വാടകയാണ്, കേസ് വന്നിരിക്കുന്നു. ഇതൊക്കെ എന്തുകൊണ്ടാണ് വരുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? പരാതി പറയുന്നതിന് മുൻപായിട്ട് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കണം, ഇതെന്തുകൊണ്ടാണ് എൻ്റെ ലൈഫിൽ വന്നത്. ഒരു നിമിഷം ഇരുന്ന് നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കൂ, ഉള്ളിലേക്ക് പോകൂ, ഒന്ന് ചിന്തിച്ച് നോക്കൂ. എന്തുകൊണ്ടാണ് എനിക്കിത് വന്നത്? മറ്റുള്ളവർ എന്നേക്കാളൊക്കെ എത്രയോ സുഖമായി കഴിയുന്നു, എനിക്കെന്താണ് ഇതിങ്ങനെ വന്നത്? അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾ ചെയ്ത കർമ്മത്തിൻ്റെ ഫലമാണ്. ഇത് നിങ്ങളുടെ വിധിയാണ്. ഇത് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്നതാണ്. ഇത് നിങ്ങളിത് അനുഭവിച്ചേ മതിയാവൂ. ഇവിടെ നിന്ന് നിങ്ങൾ മുന്നോട്ട് വരികയാണ് ചെയ്യുന്നത്. ഇത് അനുഭവിച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് വരും? നിങ്ങൾക്കൊരു വെളിച്ചം കാണാൻ തുടങ്ങും. മനസ്സിലായില്ലേ? അപ്പോൾ ഇത്രയും ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടാണ് ഇത്രയും വലിയ പരാജയങ്ങൾ സംഭവിച്ചു. ഇവിടെ നിന്നാണ് നിങ്ങൾക്കൊരു മാറ്റം വരുന്നത്. ഇവിടെ നിന്നാണ് നിങ്ങൾ പതുക്കെ വിജയത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുന്നത്. അതാണ് ഇവിടെ പറഞ്ഞു. കണ്ടില്ല, 10 ആണ് നമ്പർ 1, ഫസ്റ്റ്, അതായത് തുടക്കമാണ് ഇവിടെയും വന്നിരിക്കുന്നത്. ഇവിടെയും നല്ല ഒരു തുടക്കമാണ് വരാൻ പോകുന്നത് നിങ്ങൾക്ക് എന്ന് തന്നെ കാണുന്നുണ്ട്. ചിങ്ങമാസത്തിൻ്റെ വിശേഷം, ഫുൾ മൂൺ വരുന്നത് എല്ലാം കൊണ്ട് നിങ്ങൾക്ക് നല്ല തുടക്കമാണ്, നല്ല സന്തോഷത്തിലേക്കാണ് നിങ്ങൾ പോകാൻ പോകുന്നത് എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇത് ഡെസ്റ്റിനിയാണ് എന്ന് മനസ്സിലായല്ലേ? ഇത് നിങ്ങളുടെ വിധിയാണ്. നിങ്ങൾ മുജ്ജന്മത്തിൽ ചെയ്ത കർമ്മയുടെ ഫലമാണ് നിങ്ങളിപ്പോൾ അനുഭവിക്കുന്നത്. ഇത് ദൈവം നിങ്ങൾക്ക് തരാതിരിക്കില്ല. അപ്പോൾ അതിനുവേണ്ടി നിങ്ങളെ പാകപ്പെടുത്തിയെടുക്കും മുന്നോട്ട് പോകാനായിട്ട്. അടുത്തതായിട്ട് ട്രയംഫൻറ്റ് സക്സസ് ആണ് വന്നിരിക്കുന്നത്. പല കാര്യങ്ങളും 1 ആണ് നമ്പർ. കണ്ടില്ലേ ഇവിടെ 1 1 1. തീർച്ചയായിട്ടും 1 സെലക്ട് ചെയ്തവർക്ക് 1 ഇത്രയും ട്രിപ്പിൾ ഒക്കെ വന്നിട്ടുണ്ട്. 1 ഡബിൾ 1 ട്രിപ്പിൾ 1 ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് എന്താണ്? ക്ലാരിറ്റി കിട്ടും. നിങ്ങൾക്ക് പല കാര്യങ്ങൾക്കും ക്ലാരിറ്റി കിട്ടും. ഇത് സെലക്ട് ചെയ്തവർക്ക് ഒരുപാട് ഭാഗ്യം അനുഭവം വരാൻ തുടങ്ങുന്നു. ഭാഗ്യാനുഭവങ്ങൾ വരാൻ ഉള്ളതാണ്. വളരെ നല്ല ഒരു ലൈഫിലേക്കാണ് നിങ്ങൾ പോകാൻ തുടങ്ങുന്നത് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് ക്ലാരിറ്റി ലഭിക്കും. ക്ലാരിറ്റി ആണല്ലോ നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടതല്ലേ? ഏത് കാര്യത്തിനും നിങ്ങൾക്ക് ക്ലാരിറ്റി വേണം. ഒരു ക്ലാരിറ്റി ഇല്ലാതെ നമുക്ക് ഒരു കാര്യത്തിലും മുന്നോട്ട് പോകാൻ സാധിക്കില്ല, അല്ലേ? അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് പ്രധാനപ്പെട്ട ചില കാര്യങ്ങളിൽ ക്ലാരിറ്റി ലഭിക്കുന്നു. അതായത് ഏത് ജോലിക്ക് പോകണം, ഏത് കോഴ്സ് പഠിക്കണം, അല്ലെങ്കിൽ ഏത് വിവാഹം സെലക്ട് ചെയ്യണം, അപ്പോൾ എങ്ങനെ വേണം, ഏത് വീട് വയ്ക്കണം, ഏത് വാഹനം എന്നുള്ള കാര്യങ്ങളിൽ നിങ്ങളുടെ മനസ്സ് ക്ലിയർ ആവുന്നു. എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്കൊരു വ്യക്തത ലഭിക്കുന്നു. അതോടുകൂടി നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻഡ് കൺഫ്യൂസ്ഡ് ആയിട്ടിരുന്നുവെങ്കിൽ അതിൽ നിന്ന് ഒരു മോചനം ലഭിക്കുന്നു.
മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ക്ലാരിറ്റി ലഭിക്കാൻ പോവുകയാണ് എന്ന് തന്നെയാണ് കാണുന്നത്. അതുപോലെ തന്നെ സക്സസ്സും വരുന്നുണ്ട്, നിങ്ങളിലേക്ക് സക്സസ് വരുന്നുണ്ട്. സക്സസ് ക്ലാരിറ്റി ലഭിക്കുമ്പോഴാണല്ലോ സക്സസ് വരുന്നത് അല്ലേ. അടുത്തതായിട്ട് സോളിറ്റ്യൂഡാണ്. പലരും 9 ആണ് നമ്പർ. സഫറിങ് ഇൻ സൈലൻസ് ആണ് വീണ്ടും വന്നിരിക്കുന്നത്. രണ്ടും അത് തന്നെയാണ് പറയുന്നത്. ഒരു സൈലൻസിനോട് സഫർ ചെയ്യുകയാണ്. ഇവിടെ സോളിറ്റ്യൂഡ് അത് തന്നെയാണ്, കണ്ടില്ലേ? ദൈവാനുഗ്രഹമാണ് ഇവിടെ. ദൈവത്തിലേക്ക് കൂടുതൽ അടുക്കാനായിട്ടുള്ള ശ്രമമാണ് നടത്തുന്നത്. കൂടുതൽ അടുക്കുമ്പോഴാണല്ലോ നിങ്ങൾക്ക് സന്തോഷം വരുന്നത്, മാറ്റം വരുന്നത് ജീവിതത്തിൽ. ഒരുപാട് മതഗ്രന്ഥങ്ങൾ വായിക്കുക. അങ്ങനെ വായനയിൽ കൂടി നിങ്ങൾക്ക് ദൈവത്തെ അറിയാൻ സാധിക്കുന്നു. സ്പിരിച്വലി കണക്റ്റ് ആവാനുള്ള ഒരു ലക്ഷണമാണ് നിങ്ങളിവിടെ നടത്തുന്നത് എന്ന് കാണുന്നു. അതിനായിട്ടുള്ള ഒരു സൈലൻസ് പാലിക്കുന്നു, മൗനം പാലിക്കുന്നു. മറ്റുള്ള ആൾക്കാരെ ഒരുപാട് മനസ്സിലാക്കിയിട്ടുണ്ട്. അവരിൽ നിന്നും കുറച്ചൊന്നകന്ന് ഭൗതികപരമായ സന്തോഷങ്ങളിൽ നിന്നും ഒന്ന് മാറിയിട്ട് ഒരു വിടുതൽ കൊടുത്തിട്ട്, മനസ്സിനെ ഒരു വിടുതൽ കൊടുത്തിട്ട് ഇവിടെ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണ് സ്പിരിച്വൽ വർക്കിലേക്ക്, ആത്മീയപരമായ കാര്യങ്ങളിലേക്ക് നിങ്ങൾ കൂടുതലായിട്ട് ഉണർന്ന് പ്രവർത്തിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. നമുക്കിവിടെ 6 ഓഫ് കപ്സ് ആണ് പിന്നീട് ടാരോ വന്നിരിക്കുന്നത്. പിരിഞ്ഞു പോയ ചില ആൾക്കാരുണ്ടല്ലോ, നിഷ്കളങ്കമായ സ്നേഹത്തോടു കൂടി അവർ തിരികെ വരുന്നു എന്നുള്ളതാണ്. നിങ്ങളെ പിരിഞ്ഞിരിക്കാൻ പറ്റുന്നില്ല, നോ കോണ്ടാക്റ്റ്. വെറുതെ നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി വഴക്കിട്ട്, ചിലപ്പോൾ മനസ്സിൽ ഈഗോ നിമിത്തമാണ് വഴക്കിട്ടത്. ഇവിടെ ചിലപ്പോൾ ചില ചെറിയ ആർഗ്യുമെൻറ്റ്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ടാവാം. എന്തായാലും അങ്ങനെ പിരിഞ്ഞു പോയവർ തീർച്ചയായും നിങ്ങളിലേക്ക് തിരികെ വരുന്നു എന്നുള്ളതാണ് ഇവിടെ 6 ഓഫ് കപ്സ് എന്ന് പറയുന്ന സ്നേഹത്തിൻ്റെ മാറ്റമാണ് ഇവിടെ. ഈ ഒരു സ്നേഹം നിങ്ങളുടെ പഴയ സുഹൃത്തുക്കൾ തിരിച്ചു വരുമ്പോഴുമാകാം. ഓണക്കാലമല്ലേ, ചിലപ്പോൾ പഴയ സുഹൃത്തുക്കളൊക്കെ നിങ്ങളെ കാണാൻ വരുന്നുണ്ടാവാം. അല്ലെങ്കിൽ നിങ്ങളിലേക്ക് നിങ്ങളുടെ പിരിഞ്ഞുപോയ പാർട്ട്ണർ വരാനുള്ള സാധ്യത. ഓണക്കാലമല്ലേ, എന്തായാലും അവരുടെ തെറ്റുകൾ അങ്ങ് ക്ഷമിക്കുക എന്നൊക്കെ മനസ്സുകൊണ്ട് വിചാരിച്ചിട്ട് അവർ ഒരിക്കലും വരില്ല എന്നൊക്കെ പ്രതിജ്ഞ എടുത്ത് പോയവരാവാം. അവർ തിരികെ വരുന്നുണ്ട് ഈ ഒരു സന്തോഷകരമായ അവസരത്തിൽ പങ്കുകൂടാൻ വേണ്ടി. മനസ്സിലായില്ലേ? അങ്ങനെ ചില ആൾക്കാരുടെ തിരിച്ചു വരവാണ് ഇവിടെ കാണുന്നത്. എന്തുകൊണ്ടാണ് അവർ തിരിച്ചു വരുന്നത്? അവർക്ക് നിങ്ങളെ പിരിഞ്ഞിരിക്കാൻ പറ്റുന്നില്ല. അത്ര നിഷ്കളങ്കമായ സ്നേഹമായിരുന്നു അവർക്ക് ഉള്ളിലുണ്ടായിരുന്നത്. തീർച്ചയായിട്ടും കുഞ്ഞേന്ന് വിളിച്ചായിരിക്കും, അല്ലെങ്കിൽ മോനെ മോളെ എന്നൊക്കെ വിളിച്ചുള്ള ആ ഒരു സ്നേഹം, അതൊക്കെ കുറേ കഴിയുമ്പോൾ വേർപാടിലേക്ക് കലാശിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ്? അമിതമായ സ്നേഹത്തിൽ കൂടെയും നിങ്ങൾക്ക് ഈഗോ വർദ്ധിക്കാം, അല്ല എങ്കിൽ കുറച്ച് പിരിഞ്ഞിരിക്കുന്ന ഒരു പ്രവണത ഉണ്ടാവാം. അങ്ങനെ വരുന്ന അബദ്ധങ്ങളാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർ തിരിച്ച് വരാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകുന്നു. തിരികെ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്ന ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. വീണ്ടും കിങ് ഓഫ് സോർഡ്സ് ആണ് വന്നിരിക്കുന്നത്. ഒരുപാട് പ്രതിസന്ധികൾ അല്ലെങ്കിൽ പ്രശ്നങ്ങളുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ. ചിലപ്പോൾ വിവാഹം കഴിക്കുന്ന സമയത്ത് പ്രശ്നങ്ങളുണ്ട്. 2 മതസ്ഥരാവാം. വീട്ടിൽ അത് പറഞ്ഞിട്ട് സമ്മതിക്കുന്നില്ല. മനസ്സിലായില്ലേ? ചുറ്റിനും പ്രതിസന്ധികളാണ്. എന്നിരുന്നാൽ കൂടെയും ഇവിടെ എങ്ങനെയെങ്കിലും എനിക്ക് വിജയം വെട്ടിപ്പിടിക്കണം, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എങ്ങനെയെങ്കിലും എനിക്ക് വിജയത്തിൽ എത്തിച്ചേരണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി മുന്നോട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും അത് ലഭിക്കും, ലഭിക്കാതിരിക്കില്ല. അല്ല എങ്കിൽ ഇനി എന്തും എനിക്ക് ചുറ്റും നടന്നുകൊള്ളട്ടെ, ഒരുപാട് തടസ്സങ്ങളും വെല്ലുവിളികളും എനിക്ക് ചുറ്റും ഉണ്ടായിക്കൊള്ളട്ടെ, പക്ഷെ ഞാൻ അതിൽ നിന്നും, എൻ്റെ തീരുമാനത്തിൽ നിന്നും ഞാൻ വ്യതിചലിക്കുകയില്ല എന്ന് ഉറച്ച ഒരു തീരുമാനം എടുത്തുകൊണ്ട് കാത്തിരിക്കുന്ന ചില ആൾക്കാരുടെ എനർജിയാണ് ഇവിടെയുള്ളത്. എന്ത് വന്നാലും ഞാനിതിൽ നിന്ന് മാറില്ല, അങ്ങനെയുണ്ടല്ലോ. ഞാനെടുത്ത തീരുമാനം അത് എൻ്റേതായ തീരുമാനമാണ്, എനിക്കിതിൽ നിന്ന് മാറാൻ സാധിക്കില്ല. അതുകൊണ്ട് എനിക്കിതൊന്നും ഒരു പ്രശ്നവുമില്ല, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എനിക്കൊരു പ്രശ്നവുമില്ല, പാലം കുലുങ്ങിയാലും കേളൻ കുലുങ്ങില്ല എന്നുള്ള മട്ടിലിരിക്കുന്ന ചില ആൾക്കാരുടെ എനർജിയാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ആശ്വസിക്കാം, സമാധാനിക്കാം, മുന്നോട്ട് വിജയത്തിലേക്കാണ് വരുന്നത് എന്ന് തന്നെ. അടുത്തതായിട്ട് 10 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. സാമ്പത്തികത്തിൻ്റെ സമൃദ്ധിയിലേക്ക് വരികയാണ്. കണ്ടില്ലേ? എന്ത് പറഞ്ഞാലും എനിക്ക് പ്രശ്നമില്ല, എന്തൊക്കെ വന്നു കഴിഞ്ഞാലും എനിക്ക് പ്രശ്നമില്ല എന്നുള്ള മട്ടിൽ മുന്നോട്ട് ധൈര്യപൂർവ്വം പരാജയത്തെ നേരിടാൻ ഇറങ്ങിത്തിരിച്ചു കഴിഞ്ഞാൽ, ഒരു പോരാളിയായി മുന്നോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെയോ സാമ്പത്തികം വന്നുകൂടും. സാമ്പത്തികം വന്നിരിക്കും. ഇവിടെ വേസ്റ്റ് സക്രേഡ് ആക്ടിവേഷൻ കണ്ടില്ലേ? ഇവിടെ സാമ്പത്തികം വരും, വരാതിരിക്കില്ല.
മതിയായ സാമ്പത്തികം നിങ്ങളിലേക്ക് വരുന്ന എനർജിയാണ് ഇവിടെ 10 ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. പെൻറ്റക്കിൾ എർത്ത് സൈനാണ്, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ എനർജി. ഇവിടെ അതുപോലെ കപ്സ് വന്നിരിക്കുന്നത് കപ്പ് വാട്ടർ സൈനാണ്, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ് എനർജി. സോഡ് വന്നിരിക്കുന്നത് സോഡ് എയർ സൈനാണ്, ജെമിനി, ലിബ്ര, അക്വേറിയസ് എനർജി. ഇവിടെ അടുത്തതായിട്ട് ഹൈ പ്രീസ്റ്റസ് എനർജിയാണ് വന്നിരിക്കുന്നത്. എന്ത് പറഞ്ഞാലും എല്ലാ മനുഷ്യരെയും മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് ചില ആൾക്കാർക്ക് സ്പിരിച്വൽ വർക്ക് ചെയ്ത് നേടിയിട്ടുണ്ട്. ഇവിടെ ഡിവൈൻ ഫെമിനൈൻ എനർജിയാണ് വന്നിരിക്കുന്നത്. ഡിവൈൻ ഫെമിനൈൻ എനർജി എന്ന് പറയുമ്പോഴെന്താണ്, ഒരുപാട് ദൈവാനുഗ്രഹമുള്ള വ്യക്തികൾ. അവർക്ക് എന്ത് പറയണം, ഒരു സമൂഹത്തിലൊക്കെ അല്ല എങ്കിൽ എവിടെയെങ്കിലും 4 ആൾക്കാർ കൂടുന്നിടത്തൊക്കെ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ ചിലരാണെങ്കിൽ വാ തുറന്ന് എന്ത് വിഡ്ഢിത്തവും വിളിച്ച് പറയും. അതേസമയത്ത് ചിലരാണെങ്കിലോ കുറച്ചേ സംസാരിക്കുകയുള്ളൂ, അത് വളരെ വ്യക്തമായിട്ടും നല്ല വിവരപൂർവ്വവും ഒക്കെ സംസ്കാരവും ഒക്കെ ആയിട്ടാണ് സംസാരിക്കുന്നത്. ആവശ്യത്തിന് മാത്രം സംസാരിക്കും. അങ്ങനെയുള്ള ചില ആൾക്കാർ യുക്തിപൂർവ്വം സംസാരിക്കാൻ അറിയാം, വേണ്ടിടത്ത് വേണ്ടുന്നത് പോലെ സംസാരിക്കാൻ അറിയാവുന്ന ചില ആൾക്കാരുടെ എനർജി, അത്തരം എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ആൾക്കാരെ മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ. ചിലരാണെങ്കിലോ ആരായാലും വേണ്ടില്ല, എന്തായാലും വേണ്ടില്ല, വായിൽ വരുന്നത് കോതയ്ക്ക് പാട്ട എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് ചലിച്ചുകൊണ്ടേയിരിക്കും. അതേസമയത്ത് ചില ആൾക്കാർ, നല്ലതുപോലെ ദൈവാനുഗ്രഹം ലഭിച്ച ചില ആൾക്കാർ അങ്ങനെ പറയുകയില്ല. അത്യാവശ്യം വേണ്ടിടത്ത് വേണ്ടുന്ന പോലെ സംസാരിക്കുക, അതാണ് പറയുന്നത്. ആൾക്കാരെ മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്. ടെമ്പറൻസ് ആണ് പിന്നീട് വന്നിരിക്കുന്നത്. ഇവിടെ ടെമ്പറൻസ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇവിടെ ബാലൻസ് ചെയ്ത് ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കഴിവുണ്ട് തീർച്ചയായിട്ടും. എന്തുകൊണ്ടാണ് അത്? ഇവിടെയും ആ ദൈവാനുഗ്രഹമാണ്. ഏഞ്ചൽ ബ്ലെസ്സിങ്സ്, ഡിവൈൻ ബ്ലെസ്സിങ്സ് ഒക്കെ ഉണ്ട്. ഇവിടെ ഗബ്രിയേൽ മാലാഖയുടെ ബ്ലെസ്സിങ് ആണ് വന്നിരിക്കുന്നത്. ടെമ്പറൻസ്, ബാലൻസ് ചെയ്ത് ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കഴിവ്, ഫെമിനിൻ എനർജി, ഇവിടെയും അത് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ബ്ലെസ്സിങ് നിങ്ങൾക്ക് ലഭിച്ചുവെങ്കിൽ അത് ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്കിവിടെ സാമ്പത്തികം വരുന്നുണ്ട്, അതുപോലെ തന്നെ പല കാര്യങ്ങൾക്കും ക്ലാരിറ്റി ലഭിക്കുന്ന അവസ്ഥ വരും. അങ്ങനെ വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് ലൈഫിനെ ബാലൻസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കഴിവ് ലഭിക്കുന്നുണ്ട്. അതുവഴി നിങ്ങളുടെ ജീവിതം വിജയത്തിലേക്ക് വരും. അടുത്തത് സണ്ണാണ് വന്നിരിക്കുന്നത്. 9+1 10 ആണ്. ഇവിടെയും തുടക്കമാണ്, വിക്ടറി ആൻഡ് സക്സസ് ആണ് വന്നിരിക്കുന്നത്. പ്രകാശം നിറഞ്ഞ ഒരു ലൈഫിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നു. എങ്ങനെയാണ്? ഈ വക കാര്യങ്ങളിലൊക്കെ നിങ്ങൾ മുന്നോട്ട് വരികയല്ലേ ചെയ്യുന്നത്. അപ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രകാശം നിറയാൻ തുടങ്ങും. വിവാഹം നടക്കാതിരിക്കുന്നവർക്ക് വിവാഹം നടക്കാനുള്ള സാധ്യത, ചിങ്ങമാസമല്ലേ, പലർക്കും വിവാഹം നടക്കാനുള്ള സാധ്യത അതുതന്നെയാണ് ഇവിടെ. പലർക്കും കുഞ്ഞ് ജനിക്കാനുള്ള സാധ്യത. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇവിടെ സെലിബ്രേഷൻ നടത്തുന്നുണ്ട്, മനസ്സിലായില്ലേ? അപ്പോൾ ആ ഒരു ചടങ്ങിന് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട്. ഒത്തിരി സന്തോഷം അനുഭവിക്കുന്ന ചില മുഹൂർത്തങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ തുടങ്ങുന്നു എന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത്. ഒരുപാട് പ്രകാശം നിറഞ്ഞ, ഒരുപാട് സന്തോഷം നിറഞ്ഞ ലൈഫിലേക്ക്, കുട്ടികളെ കൊണ്ട് സന്തോഷം, കുട്ടികൾ ജനിക്കുന്ന സന്തോഷം ഒക്കെയും ഇവിടെ വന്നിട്ടുണ്ട്. വിവാഹം നടക്കുന്നത്, ജോലി ലഭിക്കുന്നത്, വീട് വാങ്ങിക്കുന്നത്, സാമ്പത്തികം വരുന്ന എനർജി, ഇതിൽ പരം ഇനി എന്താണ് വേണ്ടത്? എല്ലാം കൂടെ നിറഞ്ഞ് നിങ്ങൾക്ക് ഈ ഒരു മാസം വളരെ സന്തോഷപൂർവ്വം നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നു എന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത്. തീർച്ചയായിട്ടും ഇവിടെ ബ്ലൂ മൂൺ എനർജി ഒരുപാട് നിങ്ങൾക്ക് സന്തോഷം തരുന്നതാണ് എന്നും കാണുന്നുണ്ട്. ഇനി നിങ്ങൾ ഇവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് പൈലല്ലേ? ഫസ്റ്റ് പൈൽ സെലക്ട് ചെയ്തിരിക്കുന്നവർക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ സോൾ മെസ്സേജസ് ആണിത്. ഇവിടെ 2+9 11 ആണ് ഇവിടെയും നമ്പർ വന്നിരിക്കുന്നത്, കണ്ടില്ലേ? അപ്പോൾ ലിവ് പ്ലേഫുള്ളി ആൻഡ് വിത്ത് എ ലൈറ്റ് ഹാർട്ട്, ലിസൺ ടു ദ വോയിസ് ഓഫ് യുവർ ഇന്നർ ചൈൽഡ്. നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ലളിതപൂർവ്വം, അതായത് ലാളിത്യം വേണം മനസ്സിന്. ഒരു ഇന്നർ ചൈൽഡിൻ്റെ വോയിസ് ശ്രവിക്കണമെന്നാണ് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും, നിങ്ങൾക്ക് മാത്രമല്ല എനിക്കും, നമുക്ക് എല്ലാവർക്കും നമ്മുടെ ഉള്ളിലൊരു കുട്ടിത്തം നിറഞ്ഞ ഒരു നിമിഷമുണ്ട്. ഒരു നിമിഷമല്ല, പല നിമിഷങ്ങളും നമ്മളുടെ ഉള്ളിൽ നിന്നും കുട്ടികളുടേതായ ചില സ്വഭാവങ്ങൾ വരുന്നതായിട്ട് കാണാൻ സാധിക്കും, അല്ലേ? അപ്പോൾ അത് പലപ്പോഴും അത് ശ്രവിക്കുക, അത് കേൾക്കാൻ ശ്രമിക്കുക. മനസ്സിലായില്ലേ? ആ ഒരു ശബ്ദം, കുഞ്ഞിൻ്റേതായ ആ ഒരു ശബ്ദം കേൾക്കാൻ ശ്രമിക്കുക. കാരണം എന്താണ്, ഇവിടെ കുട്ടികളുടെ ശബ്ദത്തിന് എന്താണ്, നിഷ്കളങ്കതയാണ് പറയാനുള്ളത്, അല്ലേ?
അപ്പോൾ ആ ഒരു നിഷ്കളങ്കത, കുഞ്ഞിൻ്റേതായ ആ നിഷ്കളങ്ക ശബ്ദത്തെ നമ്മൾ ശ്രവിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? കളങ്കം ഒരുപാട് പാടില്ല. നിഷ്കളങ്കമായി മറ്റുള്ളവരോട് പെരുമാറാനും നിഷ്കളങ്കമായി മറ്റുള്ളവരെ സ്നേഹിക്കാനും പഠിക്കൂ എന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള കുട്ടിത്തം നിറഞ്ഞ ആ ഒരു സ്വഭാവത്തെ പുറത്തെടുക്കുക വല്ലപ്പോഴുമെങ്കിലും. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് പക്ഷികളെ സ്നേഹിക്കാൻ കഴിയും, മൃഗങ്ങളെ സ്നേഹിക്കാൻ കഴിയും, ഒരുപാട് മറ്റ് മൃഗങ്ങളെയോ ഒക്കെ മറ്റു കുഞ്ഞുങ്ങളെയോ ഒക്കെ സ്നേഹിക്കാൻ ഉള്ള മനസ്സ് തോന്നും. അതുപോലെ തന്നെ കളങ്കമില്ലാതെ പെരുമാറാൻ സാധിക്കും. അവിടെ നമുക്ക് സക്സസ് കിട്ടുക തന്നെ ചെയ്യും. അവിടെ നമുക്കൊരു സ്നേഹം മറ്റുള്ളവരിൽ നിന്ന് ലഭിക്കാനുള്ള സാധ്യത വർദ്ധിച്ചു വരിക തന്നെ ചെയ്യും. അതാണ് പറയുന്നത്. ഫോളോ ദ പാത്ത് ഓഫ് യുവർ സോൾ, ഡു നോട്ട് അലൗ എനി വൺ ഓർ എനിത്തിങ് ടു സ്റ്റോപ്പ് യു. ഇവിടെ എന്താണ് പറയുന്നത്? ഇവിടെ ബക്മൂണാണ്. കണ്ടില്ല? ഇവിടെ ഒരു മാസത്തിന് മുൻപ് വന്നിരിക്കുന്നത് ഈ ഒരു മൂണായിരുന്നു. ഈ ഒരു മൂണെന്ന് പറയുമ്പോഴെന്താണ്? ഇവിടെ ഞാൻ അന്ന് പറഞ്ഞല്ലോ, ഇവിടെ കലമാനിൻ്റെ കൊമ്പ് വളരുന്ന ഒരു സമയമാണ്. മനസ്സിലായില്ലേ? ഈ ഒരു സമയത്താണ് ഈ ഒരു ഫുൾ മൂൺ ഉണ്ടാകുന്നതെന്ന് പറയാം. ഈ ഫുൾ മൂണിൻ്റെ സമയത്താണ് ഈ ഒരു മാനിന് കൊമ്പുകൾ മുളയ്ക്കുന്നത്, അതിന് ശാഖകൾ ഉണ്ടാകുന്നത് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ബക്മൂൺ എന്ന പേരും ഉണ്ട്. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്? നിങ്ങളുടെ സോളിൻ്റെ വഴിയെ പോവുക. നിങ്ങളുടെ സോൾ എന്ത് പറയുന്നു? സോളിന് എന്താണോ ആഗ്രഹം, ഞാൻ പലപ്പോഴും പറയേണ്ടത്, സോളിന് എന്താണോ ആഗ്രഹം, സോളിന് സന്തോഷമാണ് എപ്പോഴും വേണ്ടത്. ആ ഒരു വഴിയേ പോകാൻ ശ്രമിക്കൂ. അല്ലാതെ എപ്പോഴും മുറിക്കുള്ളിൽ ചടഞ്ഞുകൂടിയിരുന്ന് കരയാൻ പാടില്ല. ആ ഒരു കരച്ചിൽ അല്ലെങ്കിൽ പേടിപ്പിക്കുന്ന ചില അവസ്ഥകളിലൂടെ നിങ്ങൾക്ക് നീങ്ങേണ്ടതായിട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ അത് പാടില്ല. പേടിച്ചിരിക്കാൻ പാടില്ല. കാരണം എന്താണ്? അതുപോലെ അനാവശ്യമായ ദേഷ്യം, ഇതൊന്നും പാടില്ല. കാരണം ഇതൊന്നും നിങ്ങളുടെ സോൾ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളുടെ സോളിന് വേണ്ട എന്താണ്? പ്യൂരിറ്റിയാണ്. നിഷ്കളങ്കത വേണം നിങ്ങളുടെ സോളിന്. സന്തോഷം വേണം, ഹാപ്പിനെസ് വേണം. അപ്പോൾ നിങ്ങൾ അതുവഴിയാണ് പോവേണ്ടത്. മനസ്സിലായില്ലേ? ഈ സന്തോഷം എവിടെ നിന്നാണ് വരുന്നത്? സ്പിരിച്വൽ വേയിലൂടെ വരും. മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സമയം നിങ്ങൾ കണ്ടെത്തുക, അതിനായിട്ട് ശ്രമിക്കുക എന്നാണ് പറയുന്നത്. നിങ്ങളെ സ്റ്റോപ്പ് ചെയ്യാൻ മറ്റുള്ളവരെ അനുവദിക്കുകയും ചെയ്യരുത്. നിങ്ങളെ സ്റ്റോപ്പ് ചെയ്യുക, നിങ്ങൾ എന്തെങ്കിലും നല്ല കാര്യം തുടങ്ങി വെക്കുന്നു, അതിനെ സ്റ്റോപ്പ് ചെയ്യാൻ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അതിനായിട്ട് നിങ്ങൾ അനുവാദം കൊടുക്കരുത്. അതിന് അനുമതി കൊടുക്കരുത്, അനുവദിക്കരുത്. അതിന് നിങ്ങളുടെ സോൾ പറയുന്നതനുസരിച്ച് വേണം മുന്നോട്ട് പോകാൻ എന്നുള്ളതാണ്. ഇവിടെ ഹാവ് ദ കറേജ് ടു ബി ഫ്രീ, നോ ദാറ്റ് ഫ്രീഡം ബിഗിൻസ് വെയർ ഡിസയർ എൻഡ്സ്. ഇവിടെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. കറേജ് വേണം, ധൈര്യം വേണം. ധൈര്യമില്ലാതെ ഒരുത്തർക്കും ജീവിക്കാൻ പറ്റില്ല. വെറുതെ എന്ത് കണ്ടാലും പേടി എന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ ഒരിക്കലും മുന്നോട്ട് ജീവിതം പോകത്തില്ല. അപ്പോൾ ഈ ഒരു കറേജ് നേടിയെടുക്കുകയാണ് വേണ്ടത്. അതിനായിട്ട് നിങ്ങൾക്ക് എന്താണ് ഈ കറേജ് നിങ്ങളുടെ മനസ്സിൽ കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഫ്രീഡം കിട്ടും. ഈ ഫ്രീഡം കിട്ടുമ്പോൾ നിങ്ങളുടെ ആഗ്രഹങ്ങളും അവസാനിച്ചുകൊള്ളും. അപ്പോൾ ആഗ്രഹങ്ങൾ അവസാനിക്കുന്നത് എപ്പോഴാണ്? മനസ്സിന് ശരിക്കും ഫ്രീഡം കിട്ടുമ്പോഴാണ്, അല്ലേ? അപ്പോൾ അങ്ങനെ ഫ്രീഡം നേടിയെടുക്കുക, ധൈര്യം നേടിയെടുക്കുക. ധൈര്യം നേടിയെടുക്കുന്നതിലൂടെയാണ് ഫ്രീഡം ലഭിക്കുന്നത്. ഈ ഫ്രീഡം ലഭിക്കുന്നതിലൂടെയാണ് നിങ്ങളുടെ ആഗ്രഹങ്ങളും അവസാനിക്കുന്നതില്ല എങ്കിൽ ആഗ്രഹങ്ങളാണ്, പക്ഷെ ഒന്നും സഫലമാവാത്ത ആഗ്രഹങ്ങൾ ഇങ്ങനെ മുന്നോട്ട് കിടന്നുകൊണ്ടേയിരിക്കും, മുന്നോട്ട് വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അത് നിങ്ങൾക്ക് ഒരിക്കലും അവസാനമില്ലാത്ത ഒരു യാത്ര പോലെയാവും. ഇതാണെങ്കിലോ സ്വസ്ഥമായിരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും, സന്തോഷം അനുഭവിക്കാൻ സാധിക്കും. ഇവിടെ ടിയർ ഡൗൺ ദ വാൾസ് അറൗണ്ട് യുവർ ഹേർട്ട്, ഗീവ് ആൻഡ് റിസീവ് സെക്യൂരിറ്റി ആൻഡ് വാംത്ത്. നിങ്ങളുടെ ഹൃദയം എപ്പോഴും എന്താണ്? കണ്ണുനീർ കൊണ്ട് നിറയ്ക്കണം. കണ്ണുനീർ കൊണ്ട് നിറയ്ക്കുക എന്ന് പറയുമ്പോൾ എന്താണ്? ഇവിടെ ഹൃദയം ആർദ്രമായിട്ട് സൂക്ഷിക്കാൻ ശ്രമിക്കുക. ഹൃദയം എപ്പോഴും അങ്ങനെ ഡ്രൈ ആയിട്ട് വെക്കാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ എന്താണ്? എപ്പോഴും നമ്മൾ ചില കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ കണ്ണിലൊന്ന് കണ്ണുനീര് വരുന്ന ഒരവസ്ഥയില്ല. അതെന്തുകൊണ്ടാണ്? നമ്മൾ ഹൃദയപൂർവ്വം അതിലേക്ക് ചിന്തിക്കുമ്പോഴാണ്, ഒരു കാര്യത്തെ നമ്മൾ ഹൃദയപൂർവ്വം ഒന്ന് ചിന്തിക്കുമ്പോഴാണ്, അതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴാണ് നമ്മളുടെ കണ്ണിൽ കണ്ണുനീർ പൊടിയുന്നത്, അല്ലേ? അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ വരുമ്പോൾ നമുക്ക് കുഞ്ഞുങ്ങളോടുള്ള സ്നേഹം, കുഞ്ഞു മൃഗങ്ങളോട് സ്നേഹം കൂടും. അപ്പോൾ ഈ ഒരു സ്നേഹവാത്സല്യം എപ്പോഴും നിലനിർത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അതുപോലെ ഹൃദയം ആർദ്രമാക്കി വയ്ക്കുക, അത് ഏറ്റവും നല്ലതാണ്. അവിടെ നമുക്ക് സെക്യൂരിറ്റിയും ചൂടും എല്ലാം സെക്യൂരിറ്റി ലഭിക്കും, സംരക്ഷണം ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇത് മാറ്റം വരുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ.
re-energize in the natural world, let your inner hunter or huntress take rest. അപ്പോൾ ഇവിടെ എന്താണ് നിങ്ങൾ പറയുന്നത്? re-energize in the natural world, സാധാരണ ലോകത്തിലേക്ക്, പ്രകൃതിയിലേക്ക് നിങ്ങൾക്ക്, സാധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകൃതിയിലേക്ക് നിങ്ങൾക്ക് പോകാം. പ്രകൃതിയിൽ നിന്ന് എന്താണ് എനർജൈസ് ചെയ്യണം? എന്തിന് എനർജൈസ് ചെയ്യണം? പ്രകൃതിയുമായിട്ട് കൂടുതൽ ഇഴുകി ചേരണം, പ്രകൃതിയെ അറിയാൻ ശ്രമിക്കണം. ഇത് തന്നെയാണ് പറയുന്നത്. പ്രകൃതിയെ അറിയാൻ ശ്രമിക്കൂ. പ്രകൃതിയിലുള്ള മൃഗങ്ങളെ അല്ലെങ്കിൽ മരങ്ങളെ ഒക്കെ മുറിച്ച് കളയാനോ അല്ലെങ്കിൽ മൃഗങ്ങളെ കൊല്ലുക, ഇതൊക്കെ നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹം ഉണ്ടെങ്കിൽ ആ ആഗ്രഹത്തെ അങ്ങ് ഉപേക്ഷിക്കണം. തീർച്ചയായിട്ടും നിങ്ങൾ പ്രകൃതിയെ സ്നേഹിക്കുന്ന വ്യക്തിയാണ് എങ്കിൽ പ്രകൃതിയിലുള്ള ഒന്നിനെയും നശിപ്പിക്കാൻ ശ്രമിക്കുകയില്ല. അങ്ങനെ ചെയ്യാൻ പാടില്ല. വീണ്ടും നിങ്ങൾക്ക് അവിടെ നിന്ന് ഓക്സിജൻ ലഭിക്കേണ്ടതാണ്. ആ ഒരു അന്തരീക്ഷവുമായിട്ടാണ് നിങ്ങൾ ഇടപഴകി ചേരേണ്ടത് എന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത്. അതിലൂടെയാണ് നമുക്ക് മുന്നോട്ട് പോകാൻ ഊർജം കിട്ടുന്നത്. ഇനി നിങ്ങൾക്ക് വരുന്നത് എന്താണ്? ന്യൂ ബിഗിനിങ്സ് ആണ് വരുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ. ഞാൻ പറഞ്ഞില്ലേ, പലർക്കും ഇവിടെ ഫസ്റ്റ് വന്നിട്ട് ബേസ് ചക്ര, ഡെസ്റ്റിനി ഒക്കെ വന്നിട്ടുണ്ട്, ട്രയംഫൽ സക്സസ്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് 1 എന്നുള്ള നമ്പറാണ് വന്നത്. ഇവിടെ ന്യൂ ബിഗിനിങ്ങിൻ്റെയാണ് ഇത്. ബിഗിനിങ്സ്, പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ബിഗിനിങ്സ് വരാൻ തുടങ്ങുന്നുണ്ട്. പുതിയ തുടക്കങ്ങൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട്. അതുവഴി നിങ്ങൾക്ക് സന്തോഷം അനുഭവിക്കാൻ സാധിക്കുക തന്നെ ചെയ്യും എന്നാണ് ഇവിടെ പറയുന്നത്. സോളിറ്റ്യൂഡ്, നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥ സോളിറ്റ്യൂഡായിരിക്കും. ഇവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ സോളിറ്റ്യൂഡ് വന്നിട്ടുണ്ട്, ഇവിടെ സഫറിങ് ഇൻ സൈലൻസ് വന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ ചിലപ്പോൾ സൈലൻസിലാവാം, അല്ലെങ്കിൽ സൈലൻസിനോട് മല്ലടിക്കുന്ന ഒരവസ്ഥ, ആരുമില്ല, ഒറ്റയ്ക്കായിപ്പോയി എന്നുള്ള ചിന്തകളോടുകൂടി കഴിയുന്നവർ, എന്നുള്ള ചിന്തകളിൽ മുഴുകിയിരിക്കുന്നവർ പലപ്പോഴും ഒറ്റയ്ക്ക് ഇരുന്നുകൊണ്ട് ആലോചിക്കും, എനിക്ക് ആരുമില്ല, എന്നെ സ്നേഹിക്കാൻ ആരുമില്ല. അങ്ങനെയൊക്കെയുള്ള ചിന്തകൾ ഉണ്ടാവുന്നുണ്ട് പലർക്കും. പല പരാജയങ്ങൾ ജീവിതത്തിൽ വരുമ്പോൾ ആരും സഹായിക്കുന്നില്ല. അങ്ങനെ വരുമ്പോൾ എന്താണ്? മാറിയിരുന്ന് ചിന്തിക്കുന്നത്, ഞാൻ ഒറ്റയ്ക്കായിപ്പോയി, എൻ്റെ ജീവിതത്തിൽ എന്നെ ഒന്നും സഹായിക്കാൻ ആരുമില്ലല്ലോ ദൈവമേ എന്നൊക്കെ ചിന്തിക്കും. പക്ഷേ അതെന്തുകൊണ്ടാണെന്ന് നിങ്ങൾ തന്നെ സ്വയം ചിന്തിച്ച് നോക്കുക. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെ മറികടക്കാൻ സമയമായിട്ടുണ്ട്. ആ ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾ മുന്നോട്ട് വരും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് സോളിറ്റ്യൂഡിനെ മറികടക്കാൻ സാധിക്കും, ഏകാന്തതയെ മറികടക്കാൻ സാധിക്കും, എല്ലാവരുടെയും സ്നേഹം പിടിച്ചു പറ്റാൻ കഴിയും. ഹാപ്പിനെസ് വരുന്നുണ്ട്, കണ്ടില്ലേ? ഇവിടെ ഒറ്റയ്ക്കാവുന്നുണ്ട്. പാർട്ട്ണർ പോയി കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ ഇങ്ങനെയുള്ള ചിന്തകൾ വരുന്നത്. ഒരുപാട് സന്തോഷത്തോടു കൂടി ഒന്നിച്ചു കഴിഞ്ഞിരുന്ന ലൈഫിൽ അവിടെ രണ്ടുപേരും തമ്മിൽ വഴക്കിട്ടു, ഈഗോ പ്രോബ്ലം ഉണ്ടായിട്ടുണ്ടായിരിക്കാം. അങ്ങനെ പരസ്പരം വേർപിരിഞ്ഞ് കുറച്ച് നാളത്തേക്കായിരിക്കണം, അല്ലാതെ ഒരുപാട് കാലത്തേക്ക് ആരും വേർപിരിഞ്ഞ് പോകാറില്ല പലപ്പോഴും. അങ്ങനെ അഥവാ അത് നടന്നാൽ തന്നെ അപൂർവമായിട്ടായിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണല്ലോ ഇവിടെ ഒറ്റയ്ക്കായി പോയി എന്നുള്ള ചിന്ത വരുന്നത്. തീർച്ചയായിട്ടും ഒറ്റയ്ക്കാവുന്നില്ല. സന്തോഷം അനുഭവിക്കാൻ നിങ്ങളോടൊപ്പം ആൾക്കാർ വരുന്നുണ്ട്, കണ്ടില്ലേ? ആ പോയവർ നിങ്ങളോടൊപ്പം തിരിച്ചു വരും. ഹാപ്പിനെസ്സിന് വേണ്ടി, സന്തോഷം അനുഭവിക്കാൻ. ഇവിടെ ഇനിയിപ്പോൾ ഓണക്കാലമല്ലേ, വരും, പോയവരെല്ലാം തിരിച്ചു വരും കേട്ടോ. അത് അങ്ങനെ ഐക്യം പ്രാപിച്ചൊരു ലൈഫിലേക്ക് വീണ്ടും സന്തോഷകരമായിട്ട് മുന്നോട്ട് നീങ്ങാൻ സാധിക്കും എന്നാണ് ഇവിടെ പറയുന്നത്. ഗേറ്റ് വേ, നിങ്ങൾക്കുള്ള സമ്മാനങ്ങളെല്ലാം എന്താണ്? ഗേറ്റിൻ്റെ വാതിൽക്കൽ വന്നിട്ടുണ്ട്. ഇനി അത് സ്വീകരിച്ചാൽ മാത്രം മതി. ഗോപുരദ്വാരം വരെ നിങ്ങളുടെ ഗിഫ്റ്റുകളും സന്തോഷങ്ങളും എത്തി നിൽക്കുകയാണ്. സന്തോഷം വന്ന് പടിവാതിൽക്കൽ നിൽക്കുന്നുണ്ട്. അതിന് അല്പം കൂടെ വെയിറ്റ് ചെയ്താൽ മാത്രം മതിയാവും. വരും, നിങ്ങളിലേക്ക് എല്ലാം വന്നു ചേരും. ഇവിടെ നിങ്ങളിലേക്ക് ഇൻഡ്യൂഷൻ വരുന്നുണ്ട്. ഇൻഡ്യൂഷനാണ്, യൂണിക്കോണാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. യൂണിക്കോൺ എന്ന് പറയുമ്പോഴെന്താണ്? ഗ്രീക്ക് പുരാണങ്ങളിലൊക്കെ ഒരുപാട് വിവരിച്ചിട്ടുള്ളതാണ്. ഒരു കുതിര, നെറ്റിയിൽ ഒറ്റക്കൊമ്പുള്ള കുതിര, അതാണ് യൂണിക്കോൺ എന്ന് പറയുന്നത്. ആ ഒരു കുതിരയ്ക്ക് എന്താണ്? ഇൻഡ്യൂഷനാണ്. ഒരുപാട് ഇൻഡ്യൂട്ടീവ് പവറുള്ള കുതിരയാണത്. അതിനെയാണ് കൂടുതലായിട്ട് നമുക്ക് യൂണിക്കോൺ എന്ന് പറഞ്ഞിവിടെ കാണിക്കുന്നത്. അപ്പോൾ ആ ഒരു ശക്തി എന്ന് പറയുമ്പോഴെന്താണ്? വളരെ വലിയ ഒരു ശക്തിയാണത്. ഒരുപാട് കാര്യങ്ങൾ ഇന്നർ വോയിസ് കേൾക്കാൻ സാധിക്കുന്നു, പല കാര്യങ്ങളും മുൻകൂട്ടി അറിയാൻ സാധിക്കുന്നു. അതുവഴി സ്വന്തം ലൈഫിലേക്ക് മുന്നോട്ട് പോകാനും പറ്റുന്ന ഒരു ജീവിയാണ്, ഒരു മൃഗമാണത്. അപ്പോൾ ആ ഒരു കഴിവ് നമ്മളിലേക്കും വരുന്നുണ്ട്, എല്ലാവരിലേക്കും വരും. പലപ്പോഴും എല്ലാവർക്കും കിട്ടുന്ന ഒരു കഴിവാണത്, ഇൻഡ്യൂഷൻ.
അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ആ ഒരു കഴിവും വരുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ നിങ്ങളിലേക്ക് എത്തിച്ചേരാനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ വീട്ടുവാതുക്കൾ വരെ എത്തിയിട്ടുണ്ട്. മനസ്സിലായില്ലേ? അതുകൊണ്ട് സന്തോഷമായിരിക്കൂ എല്ലാവരും. ഇവിടെ ഓപ്പണേഴ്സാണ്, അത് തുറന്നു പറച്ചിൽ. പലർക്കും പല കാര്യങ്ങൾ നിങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്നത് 1 എന്നുള്ള നമ്പറാണ്, കണ്ടില്ലേ? ഇവിടെ പലർക്കും പല കാര്യങ്ങളും തുറന്നു പറയുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ടാകുന്നു, അല്ലേ? നമ്മുടെ ഉള്ളിൽ വെച്ചിരുന്ന് കഴിഞ്ഞാൽ ഒന്നും സന്തോഷമില്ല. പലർക്കും പല കാര്യങ്ങൾ തുറന്ന് പറയാനുള്ള ഒരു അവസരം നിങ്ങളിലേക്ക് വരികയാണ്. മൂൺ കണ്ടില്ല ഇവിടെ? മൂണിൻ്റെ ഇത് തന്നെ പറയുന്നത് എന്താണ്? ഹൃദയ വികാരങ്ങളെയും വിചാരങ്ങളെയും ഒക്കെ ഇങ്ങനെ അടക്കി ഒതുക്കി വയ്ക്കുകയാണ് ഇവിടെ. തീർച്ചയായിട്ടും ഇനി ഇവിടെ ഒരു തുറന്നു പറച്ചിൽ വരും. അങ്ങനെ നിങ്ങൾ തുറന്നു പറയാനുള്ള കാര്യങ്ങൾ തുറന്നു പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സമാധാനവും സന്തോഷവും ഒക്കെ ലഭിക്കുന്ന അവസ്ഥയിലേക്ക് നീങ്ങാൻ പറ്റും എന്നാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾ ഫസ്റ്റ് പൈൽ സെലക്ട് ചെയ്തവരുടെ റീഡിങ്. ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മടി വിചാരിക്കല്ലേ. തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. നിങ്ങൾക്ക് ഒരു അല്പമെങ്കിലും ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക തന്നെ വേണം. അതുപോലെ ഒരു താങ്ക്സ് പറഞ്ഞെങ്കിലും ഒരു കമൻറ്റ് ചെയ്യുക. അതൊരു ഗ്രാറ്റിറ്റ്യൂഡിൽ പെടുന്നതല്ലേ. എന്താണ് നിങ്ങൾക്കത് മനസ്സിലാവാത്തത്? നമുക്ക് രണ്ടാമത്തെ പൈൽ സെലക്ട് ചെയ്തവരുടെ റീഡിങ്ങിലേക്ക് പോകാം. രണ്ടാമത്തേത് ഇതാണ് സെലക്ട് ചെയ്തിരുന്നത്. ഇവിടെ വന്നിരിക്കുന്ന 8 എന്നുള്ള നമ്പറാണ്. പോസിറ്റീവ് മൂവ്മെൻറ്റ് ഫോർവേഡ്. ഒട്ടും മോശമല്ല. ഇവിടെ സോളിറ്റ്യൂഡ് വന്നിട്ടുണ്ട്, സെലിബ്രേഷൻ, ഡിസ്കണ്ടൻറ്റ് ആൻഡ് ബോർഡം, ഡിസെപ്ഷൻ ആൻഡ് എൻവി. ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് ഇമോഷണൽ ലോസാണ്. ഇമോഷണൽ ലോസ് പലർക്കും വരാവുന്ന കാര്യമാണല്ലോ, അല്ലേ? ഹൃദയപരമായ വികാരങ്ങൾ ഒരുപാട് നഷ്ടപ്പെടുന്ന അവസ്ഥ, സന്തോഷങ്ങളെ നഷ്ടപ്പെടുന്ന അവസ്ഥ വരാം. അപ്പോൾ ഇവിടെ ജഡ്ജ്മെൻറ്റ്, ഏസ് ഓഫ് സോർഡ്സ്, 9 ഓഫ് പെൻറ്റക്കിൾസ്, നൈറ്റ് ഓഫ് സോർഡ്സ്, നൈറ്റ് ഓഫ് കപ്സ്, ക്യൂൻ ഓഫ് വാൻസ്. 9 ഓഫ് കപ്സ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇത് 9 ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സഫലത വരും, സന്തോഷം വരും നിങ്ങളിലേക്ക്. ഒരുപാട് പേരുടെ വിവാഹം നടക്കാൻ, ഓർണമെൻറ്റ്സ് വാങ്ങിക്കാൻ, അങ്ങനെ സന്തോഷിക്കാനുള്ള സാഹചര്യം വരുന്നു, അവസ്ഥകൾ വരുന്നുണ്ട് എല്ലാവർക്കും, പലർക്കും. അതിനായിട്ട് നോക്കിയിരിക്കുന്നവർക്ക് ഇവിടെ ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് പോസിറ്റീവ് മൂവ്മെൻറ്റ് ഫോർവേഡാണ്. പലർക്കും ഇവിടെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നാണ് കാണുന്നത്. പോസിറ്റീവായിട്ടുള്ള മൂവ്മെൻറ്റ് വരുന്നത് എങ്ങനെയാണ്? സന്തോഷത്തിലേക്കുള്ള പോക്ക്, അല്ലേ? അപ്പോൾ അങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കും. പല കാര്യങ്ങളിലെ റിസൾട്ട് നോക്കിയിരിക്കുന്നവർ ഒരുപാട് പേരുണ്ടാവും. പല കാര്യങ്ങൾക്ക് വീട് വാങ്ങിച്ചിട്ട് വീട്ടിലേക്ക് താമസം മാറാൻ, അല്ല എങ്കിൽ വിവാഹം നടക്കാൻ, അതിൽ ഇതുവരെയും ചിന്തിച്ചു കൊണ്ടിരുന്ന ചില കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല. അപ്പോൾ അതിനായിട്ട് പോസിറ്റീവായിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്ന എനർജി ഇവിടെ. അതുപോലെ തന്നെ ഇവിടെ സോളിറ്റ്യൂഡ്, ഇവിടെ 8 എന്നുള്ള നമ്പർ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് സോളിറ്റ്യൂഡ് 8 നിങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങളെ തരുന്നതാണ്. സോളിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ ഇവിടെയും അതുപോലെ തന്നെ സോളിറ്റ്യൂഡ്, ഏകാന്തത അനുഭവിക്കുന്നവർക്ക് തീർച്ചയായിട്ടും മുന്നോട്ട് നല്ല ഒരു വിജയത്തിലേക്കാണ് വരാൻ പോകുന്നത്. കാരണം എന്താണ്? ഇവിടെ റിജോയ്സ് ആൻഡ് സെലിബ്രേഷനാണ് വന്നിരിക്കുന്നത്. സെലിബ്രേഷനിൽ പങ്കെടുക്കാനുള്ള അവസ്ഥ വരുന്നുണ്ട്. സാഹചര്യം നിങ്ങൾക്ക് മാറി മറിഞ്ഞു വരും. സെലിബ്രേഷനാണല്ലോ ഇപ്പോഴല്ലെങ്കിൽ തന്നെ ചിങ്ങമാസത്തിൽ സെലിബ്രേഷൻ നടത്തുന്ന എനർജി ഒരുപാട് പേർക്ക് വരാനുണ്ട്. അപ്പോൾ ഇവിടെ ഏകാന്തതയിൽ നിന്നും ഒരു രക്ഷ, ഒരു മോചനം വരുന്നുണ്ട്. ഏകാന്തമായിട്ട് ഇരുന്ന് ചിലപ്പോൾ സ്പിരിച്വലി കണക്റ്റ് ആവാനുള്ള വേയിലൂടെ നിങ്ങൾ പോകുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അത് അങ്ങനെ വേയിലൂടെ വന്നു കഴിഞ്ഞാലും അതിലൂടെ നിങ്ങൾക്ക് മറ്റ് ഒരുപാട് സൗഭാഗ്യങ്ങൾ ലഭിക്കുന്ന ഒരു അവസ്ഥ, സന്തോഷം ലഭിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ നീങ്ങാൻ തുടങ്ങുന്നുണ്ട്. അങ്ങനെ വരുമ്പോഴാണ് ഇവിടെ റിജോയ്സ് ആൻഡ് സെലിബ്രേഷൻ 3 എന്നുള്ള നമ്പർ ഇവിടെ വന്നിട്ടുണ്ട്. റിജോയ്സ് ആൻഡ് സെലിബ്രേഷൻ എന്താണ് ഇവിടെ?
സെലിബ്രേഷനിൽ പങ്കെടുക്കുക. സെലിബ്രേഷൻ എന്ന് പറയുമ്പോഴെന്താണ്, ഇവിടെ ആഘോഷവേളകളാണ്. വിവാഹം നടക്കുന്നതിൻ്റെ ആഘോഷം, എൻഗേജ്മെൻറ്റ് നടക്കുക, മാരേജ് നടക്കുക, കുട്ടികളുണ്ടാവുക, അല്ലെങ്കിൽ പുതിയ ജോലിയിലേക്ക് പ്രവേശിക്കുക, വീടിൻ്റെ പാല് കാച്ചൽ ചടങ്ങ്, ഇതൊക്കെ ചിങ്ങമാസത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ്. ഇവിടെയൊക്കെ ഒരുപാട് പേർ എൻജോയ് ചെയ്യുന്നതായിട്ടും സെലിബ്രേഷനിൽ പങ്കെടുക്കുന്നതായിട്ടും വരുന്നുണ്ട്. ജോലിയിൽ പ്രമോഷൻ കിട്ടിയിട്ട് ആഘോഷിക്കാമല്ലോ, സ്ഥലം മാറ്റം കിട്ടുന്നതിനെ ആഘോഷിക്കാം. ദൂരെ നിന്ന് നിങ്ങൾക്ക് നാട്ടിലേക്ക് നിങ്ങളുടെ വീടിനടുത്തുള്ള ഏതെങ്കിലും ഓഫീസിലേക്കൊക്കെ സ്ഥലം മാറ്റം കിട്ടിയാൽ അവിടെയും സന്തോഷിക്കാമല്ലോ. അപ്പോൾ ഇത് അതുപോലെ തന്നെ വിദേശത്ത് പോകാൻ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് ആ ഒരു ആഗ്രഹം സാധ്യമാകുന്നതിന് ആഘോഷമുണ്ടാകാം, അല്ലെങ്കിൽ അവിടെ നിന്ന് നാട്ടിലേക്ക് വരുമ്പോഴുള്ള ആഘോഷമുണ്ടാകാം. അവിടെ ജോലിയൊന്നും ശരിയാവാതെ നാട്ടിലേക്ക് എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് എത്തിച്ചേരണം എന്നുള്ള ആഗ്രഹത്തിലല്ല എങ്കിൽ ചിലപ്പോൾ ലീവിൽ വരുന്ന സമയമുണ്ട്. അവിടെയുമൊക്കെ നിങ്ങൾക്ക് എങ്ങനെയായാലും നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുന്നതായിട്ട് വീട്ടുകാരൊത്തുകൂടി സന്തോഷം അനുഭവിക്കുന്ന അവസ്ഥയിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. പലർക്കും ഡിസ്കണ്ടന്റ് ആൻഡ് ബോർഡ്. ഈ ഒരു അവസ്ഥയിൽ നിന്ന് ഇപ്പോൾ നിങ്ങൾ വെളിച്ചത്തിന് പുറംതിരിഞ്ഞ് നിൽക്കുന്നു. ഇനി നിങ്ങൾ വെളിച്ചത്തിലേക്ക് നോക്കി നിൽക്കുന്ന അവസ്ഥ, ഒരു വെളിച്ചത്തിലേക്ക് പോകുന്ന ഒരവസ്ഥ. 4 ആണ്. സ്റ്റെബിലിറ്റി വരും ലൈഫിന്. തീർച്ചയായിട്ടും ഈ ലൈഫിന് ഒരു സ്റ്റെബിലിറ്റി നിങ്ങൾക്ക് വരാതിരിക്കില്ല. കാരണം ഒരുപാട് വിരസത അനുഭവിക്കുന്ന, ബോറടി അനുഭവിക്കും ജീവിതത്തിൽ. എങ്ങനെയാണ്, സാമ്പത്തിക ബാധ്യത വരുമ്പോഴോ, അല്ലെങ്കിൽ പങ്കാളി പിണങ്ങുമ്പോഴോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ, അനാരോഗ്യകരമായ അവസ്ഥകൾ വരുമ്പോഴോ ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ബോറടി വരാം, വിരസത വരാം. പക്ഷേ അവിടെ നിന്ന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും മുന്നോട്ട് നിങ്ങൾ സന്തോഷകരമായ ഒരു അവസ്ഥയിലേക്ക് വരാതിരിക്കില്ല. അടുത്തായിട്ട് ഡിസപ്ഷൻ ആൻഡ് എൻവിയാണ്. പലർക്കും സന്തോഷകരമായ ചില ജീവിതം നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ എവിടെ നിന്നെങ്കിലും അസൂയാലുക്കളുടെ ദൃഷ്ടി തുടങ്ങും. അവിടെ അസൂയ നിറഞ്ഞ ദൃഷ്ടി എന്ന് പറയുമ്പോൾ അതൊരു ബ്ലാക്ക് മാജിക്കിന് തുല്യമാകും, അറിയാമല്ലോ. അതുകൊണ്ട് വളരെയധികം നിങ്ങൾ സൂക്ഷിക്കണം എന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത്. ആരോടും അമിതമായിട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയാൻ പോകണ്ട. അതുപോലെ തന്നെ വേറെ ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ചയ്ക്ക് നിദാനമാകുന്ന ഒരു കാര്യവും മറ്റുള്ളവരോട് പങ്കുവയ്ക്കാൻ പോവരുത്. ഒന്ന് ആലോചിക്കണം, ഇത് അവരോട് പറയണോ വേണ്ടായോ എന്ന് ഒരു തവണ കൂടി ആലോചിച്ചിട്ട് വേണം പറയാൻ. അതുപോലെ തന്നെ പെട്ടെന്ന് ജോലി കിട്ടുന്ന കാര്യം, അതുപോലെ വിവാഹം നടക്കുന്ന കാര്യമെല്ലാം ആയിക്കഴിഞ്ഞതിന് ശേഷം, അല്ല അടുത്ത് വരുമ്പോൾ, ആയിക്കഴിഞ്ഞിട്ടല്ല അടുത്ത് വരുമ്പോൾ മാത്രമേ മറ്റുള്ളവരോട് പറയാൻ പാടുള്ളൂ. എവിടെയെങ്കിലും ഒരു യാത്ര, ചിലപ്പോഴൊക്കെ പലർക്കും അബദ്ധം പറ്റിയിട്ടില്ല, എവിടെയെങ്കിലും ഒരു യാത്ര പോകുന്നു എന്ന് തലേ ദിവസം ആരോടെങ്കിലും പറഞ്ഞു പോയെങ്കിൽ ആ യാത്ര അന്ന് പോകാൻ പറ്റില്ല, അല്ലേ? ചിലപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക്, സാമ്പത്തികം നിങ്ങൾക്ക് ലഭിക്കുമെന്ന് ആരോടെങ്കിലും നിങ്ങളൊന്ന് പറഞ്ഞു പോയി കഴിഞ്ഞാൽ നോക്കിക്കോണം, അത് ആ സമയത്ത് കിട്ടത്തില്ല. എന്തുകൊണ്ടാണത്? മറ്റുള്ളവരുടെ അസൂയ എന്ന് പറഞ്ഞാൽ ആ നെഗറ്റിവിറ്റി നിങ്ങളിലേക്ക് ബാധിക്കും, പെട്ടെന്നാണത് ബാധിക്കുന്നത്. പോസിറ്റീവ് എനർജി ബാധിക്കുന്നതിനും പെട്ടെന്നാണ് നെഗറ്റീവ് എനർജി പിടികൂടുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങളുടെ ഏത് കാര്യവും, നിങ്ങളുടെ ജീവിതത്തിലെ ഉയർച്ചയ്ക്ക് കാരണമാകുന്ന ഒരു കാര്യവും മറ്റുള്ളവരോട് ഷെയർ ചെയ്യാൻ പാടില്ല. പറയേണ്ടവരോട് മാത്രം പറയുക. കാരണം അത് നിങ്ങൾക്ക് തന്നെ പിന്നെ വിനയാകും. അതുകൊണ്ടാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ജഡ്ജ്മെൻറ്റ് വരുന്നുണ്ട് പലർക്കും. ഒരു ജഡ്ജ്മെൻറ്റിന് വേണ്ടി ആഗ്രഹിച്ചിരിക്കുന്നത്, എനിക്കെന്താണ് എൻ്റെ ഈ ജീവിതം, എന്താണ് ഇതിങ്ങനെ, എനിക്കൊരു വിജയമില്ലേ, എനിക്ക് ഈ ജീവിതത്തിൽ നിന്നും എൻ്റെ കഷ്ടപ്പാടുകളിൽ നിന്നും ഒരു മോചനമില്ലേ എന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന അവസ്ഥകൾ ഉണ്ടായിരിക്കാം നിങ്ങളുടെ ജീവിതത്തിൽ. ഇപ്പോഴും ഇല്ലെന്ന് പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെയുള്ള അവസ്ഥകളിൽ നിന്നും നിങ്ങൾക്ക് ഒരു വെളിച്ചം കാണാൻ തുടങ്ങും. പുതിയൊരു ലൈഫിലേക്കുള്ള പോക്ക് നിങ്ങൾക്ക് സാധ്യമാകുന്നു. പുതിയ ജീവിതത്തിൻ്റെ, പുതിയ വെളിച്ചത്തിൻ്റെ വാതായനം തുറന്നു ലഭിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് മുൻപിൽ അത് തുറക്കപ്പെടും. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് സന്തോഷകരമായ ഒരു ലൈഫിലേക്ക് പോകാനുള്ള സമയം ആയിട്ടുണ്ട്. എന്തൊക്കെയാണ് ഇവിടെ പുതിയ കാര്യങ്ങൾ കണ്ടില്ലേ? ഏസ് ഓഫ് സോഡ്സ് ആണ് വന്നിരിക്കുന്നത്. പുതിയ കാര്യങ്ങൾ, പുതിയ തീരുമാനങ്ങൾ നിങ്ങൾ എടുത്തിട്ടുണ്ടാവാം. പുതിയ ജീവിതത്തിലേക്ക് പോവുകയാണ്. അല്ലെങ്കിൽ പുതിയ യാത്രകൾ, ഫ്ലൈറ്റ് യാത്രയാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഏതെങ്കിലും ജോലിയിലേക്കുള്ള പ്രവേശനമാകാം, അല്ലെങ്കിൽ പുതിയതായിട്ടൊരു ബിസിനസ് തുടങ്ങുന്നതിനെക്കുറിച്ചാവാം. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ ഏത് കാര്യത്തിലും ഒരു തുടക്കം നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നുണ്ട്. നല്ല ഒരു തുടക്കമാണിത്. ബുദ്ധിപൂർവ്വം നിങ്ങൾ ആലോചിച്ച് കൊണ്ടുവരികയാണ്. ചിലപ്പോൾ പലരും ഇവിടെ ബുദ്ധിപൂർവ്വം ആലോചിച്ച് വെച്ചിട്ടുണ്ടാവും എന്തിനോ ഒരു മാറ്റത്തിന് വേണ്ടി. ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തെ ആകപ്പാടെ മാറ്റുന്ന ചില തീരുമാനങ്ങളിലേക്ക് നിങ്ങൾ നീങ്ങുകയാവാം. അങ്ങനെ നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കും.
നല്ല വിധത്തിലുള്ള നല്ല സന്തോഷകരമായ ലൈഫിലേക്ക്, അബണ്ടൻസ് നിറഞ്ഞ ഒരു ലൈഫിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കുന്നുണ്ട്. കാരണം ഇവിടെ 9 ഓഫ് പെൻറ്റക്കിൾസ് ആണ് വന്നിരിക്കുന്നത്. പെൻറ്റക്കിൾ എർത്ത് സൈനാണ്, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ എനർജി. ഇവിടെ കപ്പ് വന്നിരിക്കുന്നത്, കപ്പ് വാട്ടർ സൈൻ, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ് എനർജി. ഇവിടെ ഏസ് ഓഫ് സോഡാണ് വന്നിരിക്കുന്നത്. സോഡ് എയർ സൈനാണ്, ജെമിനി, ലിബ്ര, അക്വേറിയസ് എനർജി. ഇവിടെ ബുദ്ധിപൂർവ്വം ചിന്തിച്ച് നിങ്ങൾ മുന്നോട്ട് വരുന്നത് എന്തിനാണ്? ഈ ഒരു ബിസിനസ്സിൻ്റെ കാര്യത്തിന് വേണ്ടി ആയിരിക്കണം. ഇവിടെ ബിസിനസ് തുടങ്ങാൻ പോകുന്നു, മനസ്സിലായില്ലേ? അതുവഴി നിങ്ങളുടെ സോളാർ പ്ലക്സസ് ചക്രയുടെ ആക്ടിവേഷൻ കാണുന്നുണ്ട്. അതിനുവേണ്ടി നിങ്ങൾക്ക് ഐശ്വര്യം വർദ്ധിച്ചു വരുന്നുണ്ട്. ഐശ്വര്യവും സമൃദ്ധിയും നിങ്ങളിലേക്ക് വരുന്ന എനർജിയാണ് ഇവിടെ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഈ തുടക്കം, നിങ്ങൾ ബുദ്ധിപൂർവ്വം ചിന്തിക്കുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് നല്ല ഒരു തീരുമാനം എടുക്കാൻ സാധിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ നല്ല ഒരു തീരുമാനം എടുത്ത് വെച്ചിരിക്കുന്നത് മുന്നോട്ട് പോകാൻ തന്നെ സാധിക്കും എന്നാണ് ഇവിടെ കാണുന്നത്. ഇവിടെ അതുപോലെ തന്നെ ചില കേസ് കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് വിജയം വരാൻ പോകുന്നു. അതാണ് ഇവിടെ ജഡ്ജ്മെൻറ്റ് വന്നിരിക്കുന്നത്. ഈ പോസിറ്റീവ് മൂവ്മെൻറ്റ് ഫോർവേഡ് എന്ന് പറയുന്നത് അതുതന്നെയാണ്. നിങ്ങളുടെ കേസ് കാര്യങ്ങൾ, ഭൂമി സംബന്ധമായ എന്തെങ്കിലും കേസുകൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കേസുകൾ കോടതിയിൽ നിലവിലുണ്ടെങ്കിൽ അതിലൂടെ നിങ്ങൾക്ക് സക്സസ് വരുന്നുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. വെളിച്ചം കണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. ഇതുവരെയുള്ള ആ ഇരുളിൽ നിന്നും നിങ്ങൾക്ക് വെളിച്ചം കാണാൻ സാധിക്കും. ഇവിടെ നൈറ്റ് ഓഫ് സോഡാണ് വന്നിരിക്കുന്നത്. ആരൊക്കെയോ എന്തൊക്കെയോ ചില മെസ്സേജുകൾ നിങ്ങളിലേക്ക് പാസ് ചെയ്യുന്നുണ്ട്. നിങ്ങളെ ഏതെങ്കിലും ആപത്ഘട്ടത്തിൽ രക്ഷിക്കാനായിട്ട് മറ്റുള്ളവർ നിങ്ങളിലേക്ക് വരുന്നുണ്ട്. അല്ലെങ്കിൽ ഒറ്റപ്പെട്ട ജീവിതത്തിൽ താങ്ങായും തണലായും കൂട്ടായിട്ടും ആരെങ്കിലും എത്തിച്ചേരുന്ന എനർജി ഇവിടെയുണ്ട്. സക്സസ് ആണ് നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ തുടങ്ങുന്നത്. ഇനിയെങ്കിലും, ഇനി മുതൽ എന്ന് തന്നെ കാണുന്നു. ഇവിടെ സോളിറ്റ്യൂഡ് അവസ്ഥകൾ, അതുപോലെ ഡിസ്കണ്ടൻറ്റ്, ബോർഡം അനുഭവിക്കുന്നവർക്ക് അവിടെ നിന്നെല്ലാം പുതിയതായിട്ട് നിങ്ങൾ മുന്നോട്ട് വരികയാണ് ചെയ്യുന്നത്. അതിനായിട്ട് നിങ്ങൾക്ക് ആളുകൾ കൂട്ടിനുണ്ട് എന്ന് പറയാം. നൈറ്റ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട്, ക്യൂൻ ഓഫ് വാൺസ് വന്നിട്ടുണ്ട്. കണ്ടില്ലേ? ഇവിടെ കരിയർ സംബന്ധമായ കാര്യങ്ങളിൽ ഇവിടെ നിങ്ങൾക്ക് സക്സസ് ആണ് വരാൻ തുടങ്ങിയിരിക്കും. ഒരുപാട് പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഇവിടെ വിജയത്തിലേക്ക് പോകാൻ സാധിക്കുന്നു. ജോലി സാധ്യത കണ്ടില്ലേ? ഇവിടെ ജോലിയിലൊരു പ്രൊമോഷൻ ലഭിക്കാൻ പോകുന്നുണ്ട്. അല്ലെങ്കിൽ വളരെ വലിയ ഒരു പ്രോഗ്രസ് വരാൻ പോകുന്നുണ്ട് ജോലി കാര്യങ്ങളിൽ. അതിനുവേണ്ടി നിങ്ങളിവിടെ പരിശ്രമിച്ചിട്ടുണ്ട്, മെഡിറ്റേഷനൊക്കെ ചെയ്തിട്ടുണ്ടാകും. ചക്രാസ് ആക്റ്റീവ് ആകുന്നുണ്ട്. മനസ്സിലായില്ലേ? ഇവിടെ ചക്രാസ് ആക്റ്റീവ് ആകുന്ന ഒരു എനർജി. അതുപോലെ ദൈവാനുഗ്രഹം നിങ്ങളിലേക്ക് കടന്നു വരുന്ന എനർജിയാണ് ഇവിടെ. സമൂഹത്തിൽ അറിയപ്പെടാൻ പോകുന്നു, ആൾക്കാരുടെ സ്നേഹം ലഭിക്കാൻ പോകുന്നു, ആദരവ് ലഭിക്കാൻ പോകുന്നുണ്ട് നിങ്ങൾക്ക് പല കാര്യങ്ങളിലും. ഇവിടെ കണ്ടില്ലേ? നൈറ്റ് ഓഫ് കപ്സ്, ഒരുപാട് സ്നേഹം നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നുണ്ട്. എവിടെ നിന്നെങ്കിലും മറു രാജ്യങ്ങളിലൂടെയും നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയുടെ സ്നേഹം നിങ്ങളിലേക്ക് വരുന്നുണ്ട്. പ്രണയം, ഒരുപാട് പ്രണയം നിറഞ്ഞത്, ഒത്തിരി സന്തോഷകരമായ അവസ്ഥ. ആർട്ടിസ്റ്റാവാം ആ ഒരു വ്യക്തി, നല്ല ദൈവാനുഗ്രഹമുള്ള വ്യക്തിയാണ് നിങ്ങളിലേക്ക് കടന്നു വരാൻ പോകുന്നത്. പുതിയ വിവാഹ ആലോചനകൾ വരുന്നതാവാം, ചിലപ്പോൾ പ്രപ്പോസലുകൾ വരാം, അല്ലെങ്കിൽ പുതിയ റൊമാൻസിൻ്റെ തുടക്കമാകാം. ആ ഒരു വ്യക്തി എന്ന് പറയുന്നത് ദൈവാനുഗ്രഹമുള്ള വ്യക്തിയാണ്. ആർട്ടിസ്റ്റാവാം, പാട്ട് പാടാനും ഡാൻസ് ചെയ്യാനും ഒക്കെ കഴിവുള്ള വ്യക്തിയാണ് എന്ന് പറയാം. സൗന്ദര്യമുള്ള വ്യക്തികളാവാം, മനസ്സ് നിഷ്കളങ്കമായ വ്യക്തികളാവാം, അല്ലെങ്കിൽ നിഷ്കളങ്കമായ സ്നേഹം നിങ്ങൾക്ക് പ്രദാനം ചെയ്യുന്ന വ്യക്തികളും ആവാം. അവർ ഒരുപാട് ഇഷ്ടത്തോടെ നിങ്ങളെ കാണാൻ വരുന്നു എന്ന് തന്നെ വേണം ഇവിടെ പറയാൻ. മനസ്സിലായില്ലേ? അപ്പോൾ പലർക്കും ഇപ്പോൾ വിവാഹം നടക്കുന്ന സമയമാണ്, വിവാഹ പ്രപ്പോസലുകൾ വരുന്ന സമയമാണ് എന്നൊക്കെ തന്നെയാണ് ഇവിടെയും കാണുന്നത്. നിങ്ങളിവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത് നമുക്ക് നോക്കാം. ദ ടൈം ഓഫ് ഗിൽറ്റ് ആൻഡ് ഷെയിം എൻഡ്സ് നൗ. Forgive yourself and begin to love yourself just as you are. ഇവിടെ സമയമായിട്ടുണ്ട്, എല്ലാത്തിനും സമയമായിരിക്കുകയാണ്. നിങ്ങളുടെ ആ നാണക്കേട്, എന്തെങ്കിലും കേൾക്കുമ്പോൾ മുഖം കുനിച്ച് നിൽക്കുന്ന ഒരു പ്രകൃതമുണ്ടല്ലോ, ഞാനിവിടെ പറയും ഏകാന്തത, മനസ്സിൻ്റെ ധൈര്യക്കുറവ്, ഇതൊക്കെ അങ്ങ് വിട്ടുകളയുക. അങ്ങനെ വന്നാൽ തന്നെ നിങ്ങൾക്ക് എന്താണ്, ജീവിതത്തിലൊരു സക്സസ് നേടാൻ സാധിക്കുകയില്ല. അതാണ് പറയുന്നത്. ജീവിതത്തിലൊരു സക്സസ് വേണമെങ്കിൽ എന്താണ്, കുറ്റബോധം. ചിലർക്ക് കുറ്റബോധമാണ്, എപ്പോഴും കുറ്റബോധം കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു മൈൻഡ്. സന്തോഷിക്കാൻ കഴിയുന്നില്ല, എപ്പോഴും സ്വന്തം ഉള്ളിൽ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ടാകാം. മുന്നോട്ട് വരുന്നില്ല, അവർ ഒരു കാര്യം തുറന്നു പറയാൻ വരുന്നില്ല, തുറന്ന ചിന്താഗതിയില്ല. ഓപ്പൺ മൈൻഡ് ആവൂ നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങളിലെ പശ്ചാത്താപം അല്ലെങ്കിൽ നിങ്ങളുടെ കുറ്റബോധവും നാണക്കേടും ഒക്കെ ഇവിടെ അവസാനിപ്പിക്കൂ. നാണക്കേടെന്ന് പറഞ്ഞാൽ ഒരു നാണം,
സംസാരിക്കാനുള്ള ഒരു നാണം, മറ്റുള്ളവരുടെ മുഖത്ത് നോക്കാനുള്ള ഒരു നാണം, ചിലർക്ക് ചില കാര്യങ്ങൾ തുറന്നു പറയാനുള്ള വിസമ്മതം, ഉള്ളിൽ പല കാര്യങ്ങളുമുണ്ട്, പക്ഷെ അത് തുറന്നു പറയാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടാണത്? അപ്പോൾ ഇത്തരത്തിലുള്ള സ്വഭാവത്തെയൊക്കെ ഉപേക്ഷിക്കൂ, നിങ്ങൾ മുന്നോട്ട് വരൂ, ആക്റ്റീവ് ആവൂ കൂടുതലായിട്ട്. അതാണ് പറയുന്നത്. ലിസൺ ടു ദ എറ്റേണൽ സോങ് ഓഫ് യുവർ സോൾ, ട്യൂൺ ഇൻ ടു ഇറ്റ് ആൻഡ് ലേൺ ടു ട്രസ്റ്റ് ഇറ്റ്. അല്ലേ? ലിസൺ ടു ദ എറ്റേണൽ സോങ് എന്ന് പറയുന്നത് ശാശ്വതമായ ഒരു സോങ് ഉണ്ട് നിങ്ങളുടെ ഉള്ളിൽ. നിങ്ങളുടെ സോളിൻ്റെ എന്താണ് ശാശ്വതമായ ഒരു സോങ് ആണ് സോൾ എന്ന് പറയുന്നത്. അതെന്താണ്? സന്തോഷം തരുന്നതാണ്, ആനന്ദമുളവാക്കുന്നതാണ്, വളരെ മനോഹരം, വളരെ ബ്യൂട്ടിഫുള്ളാണ് അതിൻ്റെ ആ സോങ് എന്ന് പറയുന്നത്. അതിനെ ഒന്ന് ട്യൂൺ ചെയ്ത് വെക്കൂ എന്നാണ് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ അതിനെ നിങ്ങൾ ശ്രവിക്കൂ. കാരണം എന്താണ്? ആ സോളിൻ്റെ വഴിയെ നിങ്ങൾക്ക് പോകാൻ സാധിക്കും. അതൊരു ശാശ്വതമായ ഒന്നാണ്. ആ സോളിൻ്റെ ആനന്ദം എന്ന് പറയുന്നത് എന്താണ്? ശാശ്വതമായ ഒന്നാണ്. അതിൽ ലയിച്ചു ചേരൂ, ആ ആനന്ദത്തിൽ ലയിച്ചു ചേരൂ, അതിൻ്റെ ബ്യൂട്ടിയെ ആസ്വദിക്കൂ. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ സന്തോഷമുണ്ടാകും, നല്ല വഴിയെ നിങ്ങൾക്ക് പോകാൻ സാധിക്കും. അതാണ് ഇവിടെ പറയുന്നത്. അതിനെ വിശ്വസിക്കൂ എന്നാണ് പറയുന്നത്. പ്രൊട്ടക്റ്റ് വാട്ട് യു ലവ്, ഇറ്റ് ഈസ് യുവർ ഡ്യൂട്ടി ആൻഡ് റെസ്പോൺസിബിലിറ്റി. നിങ്ങൾ എന്തിനെ സ്നേഹിക്കുന്നു നിങ്ങളതിനെ സംരക്ഷിക്കുക. നിങ്ങളൊരു പട്ടിക്കുഞ്ഞിനെ അല്ലെങ്കിൽ ഒരു പൂച്ചക്കുഞ്ഞിനെ ഒക്കെ നിങ്ങൾക്ക് സ്നേഹിക്കാൻ പറ്റും. സ്നേഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളത് എന്താണ്? അത് നിങ്ങളുടെ ഉത്തരവാദിത്തം കൂടിയാണ്. മനസ്സിലായില്ലേ? എന്തിനെ നിങ്ങൾ സ്നേഹിക്കുന്നു അതിനെ ആ കൂടുതൽ സ്നേഹം കൊടുത്ത് നിലനിർത്തുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്ത ബോധം കൂടിയാണ്. ഒരു വീട്ടിൻ്റെ കുടുംബനാഥന് വീട്ടിലെ മറ്റ് അംഗങ്ങളെ എല്ലാവരെയും സ്നേഹിച്ച് കൊണ്ടുപോകുന്നത് എന്താണ്? അയാളുടെ ഉത്തരവാദിത്തമാണത്. ആ ഉത്തരവാദിത്തത്തിൽ നിന്നും അയാൾ പിൻവാങ്ങിക്കഴിഞ്ഞാൽ എന്താണ് അവിടെ സംഭവിക്കുക? കുടുംബം ഛിന്ന ഭിന്നമായി പോകും. അമ്മയൊരു വഴി, മക്കളൊരു വഴി, അച്ഛനൊരു വഴി, ഇങ്ങനെ നാനാ വഴിയിലൂടെയും സഞ്ചരിക്കേണ്ടി വരും. അതേസമയത്ത് ഒന്നിച്ചുകൂടി ചെയ്യേണ്ടതായ കടമകൾ ചെയ്ത് സ്നേഹവും സന്തോഷവും കൊടുത്ത് ചെയ്യേണ്ട ഡ്യൂട്ടികൾ ഇവിടെ ചെയ്തു കഴിഞ്ഞാലോ അത് മനോഹരമായി തീരും. ആ കുടുംബമായി തീരും എന്ന് പറഞ്ഞതുപോലെ ഇവിടെ നിങ്ങൾ സ്നേഹിക്കുന്നതിനെ സ്നേഹിക്കുക, അതിന് വേണ്ട പ്രൊട്ടക്ഷൻ നൽകുക. അത് നിങ്ങളുടെ ഡ്യൂട്ടിയാണ്, റെസ്പോൺസിബിലിറ്റിയാണ് എന്ന് മനസ്സിലാക്കുക. Awaken the magic of your creativity. Immerse yourself in the world of feelings. അല്ലേ? ഈ ലോകത്തെ എല്ലാ ഫീലിങ്സും നിങ്ങൾക്ക് ഉണ്ടാവും. Awaken, നിങ്ങൾ അറിയുക, അതിനെ നിങ്ങൾ ഉണർത്തിയെടുക്കുക. നിങ്ങളിലൊരു മാജിക് ഉണ്ട്. മനസ്സിലായില്ലേ? നിങ്ങളുടെ ഉള്ളിൽ എന്താണ്? ഒരു ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്ന ഒരു മാജിക് ഉണ്ട്. ആ ഒരു മാജിക്കൽ പവർ ഉണ്ട്, എല്ലാവരുടെയും ഉള്ളിലുണ്ട്. പക്ഷെ അതിനെ ഉണർത്തിയെടുക്കാനാണ് ബുദ്ധിമുട്ട്, അല്ലേ? പലരും അത് ഉണർത്തിയെടുക്കാറില്ല. നിങ്ങളതൊന്ന് ശ്രമിച്ച് നോക്കിക്കേ. അങ്ങനെ ശ്രമിച്ച് നോക്കുമ്പോൾ എന്താണ്? ഈ വേൾഡ് തന്നെ ഒരു മാജിക്കായിട്ട് മാറും എന്നാണ് പറയുന്നത്. ഒരുപാട് സന്തോഷം അനുഭവിക്കാൻ സാധിക്കും. ഞാൻ എപ്പോഴും പറയാറുണ്ട്, മജിഷ്യൻ്റെ എനർജി വരുമ്പോൾ ഞാൻ പറയാറുണ്ട്, നിങ്ങളിലെല്ലാം ഉണ്ട് കഴിവുകൾ. ഈ കഴിവിനെ നിങ്ങൾ ഉണർത്തിയെടുക്കൂ. ഒരു കഴിവും ആരും കണ്ടില്ല എന്ന് നടിക്കരുത്. പല കഴിവുകളുണ്ട് പല വ്യക്തികൾക്കും, പക്ഷെ മടിയാണ്, ഒന്നും ചെയ്യാൻ വയ്യ. ഒരു നിമിഷം ആലോചിച്ച് നോക്കൂ, എന്നിൽ ഉറങ്ങിക്കിടക്കുന്ന ഈ ഒരു കഴിവിനെ. പലർക്കും തയ്യൽ പഠിക്കാൻ ഇഷ്ടമുള്ളവരുണ്ടാകും, പാട്ടുപാടാൻ, ഡാൻസ് ചെയ്യാൻ ഒക്കെ ഇഷ്ടമുള്ള ആൾക്കാരുണ്ട്. പല കാര്യങ്ങളിലും പല പ്രവർത്തികളിലും ഏർപ്പെട്ട്, പല നിർമ്മാണ പ്രവർത്തനങ്ങളിലും ഏർപ്പെട്ട് അതിലൊക്കെ വളരെ വളരെ സക്സസ് ആയിട്ട് മുന്നോട്ട് പോകാൻ കഴിവുള്ള പല ആൾക്കാരുമുണ്ട്. പക്ഷേ അവിടെ ഒന്നും ഇതിനു വേണ്ടി ശ്രമിക്കാതെ മടി പിടിച്ചിരിക്കുകയാണ്. ഒന്ന് ശ്രമിച്ച് നോക്കിക്കേ, നിങ്ങൾക്ക് ഈ ലോകം തന്നെ മാജിക്കാക്കി മാറ്റാൻ സാധിക്കും. ഈ ലോകത്തിലെ ഏറ്റവും വലിയൊരു മജീഷ്യനാവാൻ നിങ്ങളെ കൊണ്ട് കഴിയും. അതാണിവിടെ പറയുന്നത്. അതുപോലെ നിങ്ങളുടെ ഉള്ളിലുള്ള കഴിവിനെ നിങ്ങൾ ഉണർത്തിയെടുക്കുക. ഇവിടെ പാർട്ട്ണർഷിപ്പ് ഫോർ ദ ന്യൂ ഏജ്, ഇറ്റ് ഈസ് ടൈം ടു വെൽക്കം ഇറ്റ്. കണ്ടില്ലേ? ഒരു പാർട്ട്ണർഷിപ്പ് നിങ്ങളിലേക്ക് വരാനുള്ള സമയമായിട്ടുണ്ട്. അത് ഏത് പുതിയ വയസ്സിലാവാം, ഏത് വയസ്സിലും ആവാം. ചെറുപ്പം മുതലെന്ന് പറയുമ്പോൾ കൊച്ചുകുട്ടികളുടെ കാര്യമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഒരു പ്രായം കഴിഞ്ഞിട്ട്. അത് ഏത് വയസ്സ് വരെയും ആവാം. 80 ആവാം, 85 ആവാം, 90 ആവാം, 70 ആവാം, 60 ആവാം, 80 ആവാം. ഈ ഏത് പ്രായത്തിലും നിങ്ങളിലേക്ക് നിങ്ങളുടേതായ സോൾ കണക്ഷനുള്ള വ്യക്തികൾ വന്നു ചേരാം.
എപ്പോഴും അത് സംഭവിക്കാവുന്നതാണ്. അതൊരു പ്രകൃതി നിയമമാണ്, അതൊരു ദൈവികതയാണ്, ദൈവത്തിൽ നിന്നുള്ള ഒരു നിർദ്ദേശമാണ് നിങ്ങൾ കൂടിച്ചേരണം എന്നുള്ളത്. ദൈവവിധിയാണ് എന്ന് തന്നെ പറയാം. അപ്പോൾ അത് കൂടി ചേർന്നേ പറ്റൂ. അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് പുതിയ പാർട്ട്ണർഷിപ്പ് വരുന്നുണ്ട്. അതുകൊണ്ട് അതിനെ വെൽക്കം ചെയ്തോളൂ, സന്തോഷമായിട്ടിരിക്കൂ എന്നുള്ളതാണ്. അത് നിങ്ങളുടെ സോൾമേറ്റ് ആവാം. ഓപ്പർച്യൂണിറ്റി, പല അവസരങ്ങളും നിങ്ങളിലേക്ക് വരുന്നുണ്ട്. എന്തിനുള്ള അവസരങ്ങളാണ്? ജോലിക്കാര്യത്തിൽ, മനസ്സിലായില്ലേ? പല കാര്യങ്ങളിലുമുള്ള അവസരങ്ങൾ നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ നിങ്ങളതിന് ശ്രമിച്ചിട്ടുണ്ടാവാം, അവസരങ്ങൾക്ക് വേണ്ടി കാത്ത് നിൽക്കുന്ന ഒരു സമയമുണ്ടായിരിക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്കത് വരാൻ തുടങ്ങുന്നു, അത് നിങ്ങളുടെ പടിവാതിൽ എത്തി നിൽക്കുന്നുണ്ട്. നിങ്ങളതിനെ സെലക്ട് ചെയ്താൽ മാത്രം മതി എന്നുള്ളതാണ് പറയുന്നത്. ഇവിടെ അവസരങ്ങൾക്ക് നിങ്ങൾക്ക് ക്ഷാമമില്ല, അവസരങ്ങൾ നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നു എന്നാണ് പറയുന്നത്. സിംപ്ലിസിറ്റി, എളിമ എന്ന് പറയുന്നത് അത്യാവശ്യ കാര്യമാണ്. മനസ്സ് മുഴുവനും അഹംഭാവം, ഞാനാണ് വലുത് എന്നുള്ള ഭാവം ഒരിക്കലും നല്ലതല്ല. ആ ഒരു ഭാവം എവിടെയുണ്ടോ അടുത്ത നിമിഷം നിങ്ങൾക്കത് അടി കിട്ടും. മനസ്സിലായില്ലേ? അപ്പം ദൈവത്തിന് ഇഷ്ടപ്പെടില്ല അങ്ങനെ ഒരു ഭാവം നിറയ്ക്കുന്നത്. ദൈവവിചാരമില്ലാത്തവർക്കാണ് കൂടുതലും ഈഗോ ഉണ്ടാകുന്നത്. ദൈവചിന്തകളല്ല എങ്കിൽ സ്പിരിച്വലി കണക്റ്റായിട്ടുള്ള സ്പിരിച്വൽ പാത്തിലൂടെ പോകുന്ന ആൾക്കാർക്ക് ഒരിക്കലും ഈഗോ വരില്ല. മനസ്സിലായില്ലേ? ഞാനാണ് വലുതെന്നില്ല. കാരണം നമ്മൾ വിചാരിക്കുന്നത് എന്താണ്? നിങ്ങളായാലും നമ്മളായാലും ഞാനായാലും എല്ലാം വിചാരിക്കുന്നത് എന്താണ്? എന്നെപ്പോലെയാണ് മറ്റുള്ളവരും, മനോഹരങ്ങളായ സോളുകളാണല്ല, അല്ലേ? അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ എൻ്റെ ദുഃഖം തന്നെയാണ് മറ്റൊരുവനും അനുഭവിക്കുന്നത് എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ എവിടെ വലിപ്പച്ചെറുപ്പമില്ലാതെ ആയിപ്പോകും. അങ്ങനെ വേണം കഴിയാൻ. എളിമ എപ്പോഴും കാത്തു സൂക്ഷിക്കേണ്ട ഒരു സ്വഭാവ വിശേഷം തന്നെയാണ്, ഒരു സ്വഭാവ ഗുണമാണ്. ഏറ്റവും നല്ലൊരു സ്വഭാവ ഗുണമാണ് എളിമ എന്നുള്ളത്. അതുപോലെ എളിമയോടുകൂടി പെരുമാറാൻ ശീലിക്കൂ. പ്ലഷർ, കണ്ടില്ലേ? എളിമ എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ്? പല കാര്യങ്ങളിലും എളിമ വിചാരിക്കുക. ഇവിടെ നിങ്ങളെ പഠിപ്പിക്കുന്ന അധ്യാപകരെ കാണുമ്പോൾ വിനയത്തോടു കൂടി സംസാരിക്കുക, മനസ്സിലായില്ലേ? അതുപോലെ പ്രായത്തിന് മുതിർന്നവരെ കാണുമ്പോൾ വിനയത്തോടു കൂടി സംസാരിക്കുക. ഇവിടെ ഒരു വീഡിയോ കണ്ടു, നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടുവെങ്കിൽ എനിക്കത് ഇഷ്ടപ്പെട്ടു, വളരെ നല്ല വീഡിയോ ആയിരുന്നു ഇത് എന്ന് പറയുന്നത് പോലും നിങ്ങളുടെ മനസ്സിൻ്റെ എളിമയെ സൂചിപ്പിക്കുന്ന ഒരു വാചകമാണത്, അല്ലേ? അത് കണ്ടിട്ട് കാണാത്ത ഭാവത്തിൽ പോകുന്നത് എന്താണ് ഇവിടെ? അവിടെ ഒരു ഈഗോയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്, അല്ലേ? ഈഗോയുടെ ഒരു ടച്ച് നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടായിട്ടാണ് നിങ്ങളത് കാണാത്ത ഭാവത്തിൽ പോകുന്നത്. പലർക്കും ഒരു താങ്ക് യു പറയാൻ മടി. എന്തുകൊണ്ടാണത്? നിങ്ങളുടെ ഉള്ളിൽ ആ ഈഗോയുടെ ഒരു ടച്ച് അവിടെ ഉള്ളതുകൊണ്ടാണ് നിങ്ങൾക്കത് പറയാൻ കഴിയാതെ പോകുന്നത്. പ്ലഷർ, സന്തോഷം അനുഭവിക്കാനുള്ള സമയം നിങ്ങളിലേക്ക് വരുന്നുണ്ട്. കണ്ടില്ലേ? നിങ്ങൾക്ക് ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എപ്പോഴും സന്തോഷം അനുഭവിക്കാനുള്ള സാധ്യതയാണ്. അതിനുള്ള സമയം നിങ്ങളിലേക്ക് വരാതിരിക്കില്ല. ഇവിടെ റിലാക്സേഷൻ, കണ്ട് ഇതൊക്കെ ഈ സന്തോഷവും എല്ലാം ഉണ്ട് എങ്കിൽ ഈ സന്തോഷം നിങ്ങളിലേക്ക് വന്നു. ഒരുപാട് അനുഗ്രഹങ്ങൾ ദൈവത്തിൻ്റേത് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. ഒരുപാട് കാര്യബോധം നിങ്ങളിലേക്ക് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എളിമ നിങ്ങളിലുണ്ട് എങ്കിൽ എന്താണ്? റിലാക്സ് ചെയ്യുക. അല്ല എങ്കിലോ ഒരുപാട് ഈഗോ ഉള്ളവർക്കാണല്ലോ മസിൽ എപ്പോഴും ഇങ്ങനെ വരിഞ്ഞു മുറുക്കിയിരിക്കുക, അല്ലേ? ചിരി വരുന്നുണ്ട്, പക്ഷേ ചിരിക്കത്തില്ല. ഞാൻ ചെറുതായി പോയാലോ, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞൊന്ന് ചിരിച്ചു കഴിഞ്ഞാൽ ഞാൻ അവിടെ ചെറുതായി പോയാലോ, കാര്യം എനിക്ക് വലുതാവണം എന്നുള്ള ആഗ്രഹമാണ് അവിടെ. കരച്ചിൽ വന്നാൽ കരയുക, ചിരി വന്നാലോ പൊട്ടിച്ചിരിക്കുക. മനസ്സിലായില്ലേ? അതോടുകൂടി ഹൃദയത്തിൽ അടക്കി വെച്ചിരിക്കുന്ന ആ ഒരു വികാര വിക്ഷോഭത്തെ പുറത്തേക്ക് നമുക്ക് കളയാൻ സാധിക്കും. അതോടുകൂടി നമ്മളുടെ മൈൻഡ് ഫ്രീ ആവും, റിലാക്സ് ആവും. അവിടെയാണ് നമുക്ക് ജീവിത വിജയം വരുന്നത്. ഹീലിംഗ് ചാവോസ്, കണ്ടില്ലേ? ഇവിടെ ഹീലിംഗ് ചാവോസ് നിങ്ങളെ സുഖപ്പെടുത്താനുള്ള കഴിവ് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. സ്വയം സുഖപ്പെടുത്താനുള്ള കഴിവ് അല്ല എങ്കിൽ മറ്റ് ദൈവാനുഗ്രഹം നിങ്ങളിലേക്ക് വരുന്നുണ്ട്. സുഖപ്പെടുത്താനുള്ള മാറ്റം വരാൻ തുടങ്ങുന്നു. കണ്ടില്ലേ? ഇവിടെ ബട്ടർഫ്ലൈസ്, കണ്ടില്ലേ? ഒരു മാറ്റം തന്നെ നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നുണ്ട്. നല്ലൊരു മാറ്റം നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ തുടങ്ങുന്നു എന്ന് തന്നെയാണ്. അതായത് സന്തോഷത്തിൻ്റേതായ മാറ്റങ്ങൾ, സുഖപ്പെടുത്തലിൻ്റേതായ മാറ്റങ്ങൾ ഒക്കെ നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നുണ്ട്. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക.
അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ ഈ രണ്ടാമത്തെ പൈൽ സെലക്ട് ചെയ്തവരുടെ റീഡിങ്. ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ എൻ്റെ വീഡിയോ ചാനൽ സബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഉപേക്ഷ വിചാരിക്കല്ലേ. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.